പെന്നോ ലൈറ്റ് ഇവിടെ കളിച്ചാൽ മതി. Hello, good morning. Good morning. Good morning, ma'am. Morning, miss. Yes, good morning. Strength കുറഞ്ഞു വരികയാണല്ലോ. Yes, mute ചെയ്തിട്ടുണ്ട് കേട്ടോ. Okay, so let's start. കഴിഞ്ഞ ദിവസം നമ്മൾ ഒരു പുതിയ ചാപ്റ്റർ തുടങ്ങിയിരുന്നു, മെഡിക്കൽ ടെർമിനോളജി, റൈറ്റ്? തുടങ്ങിയോ? മെഡിക്കൽ ടെർമിനോളജി എന്ന് പറയുന്ന ഒരു ചാപ്റ്റർ തുടങ്ങിയിരുന്നു എന്നാണ് എന്റെ ഓർമ്മ. നിങ്ങളുടെയോ? ശരിയാണോ? വേഗം കൺഫേം ചെയ്യും. തുടങ്ങിയപ്പോ ഉണ്ടായിരുന്നവരൊക്കെ ഉണ്ട് അവിടെ. യെസ്. Medical terminology is the language which is used in hospitals and healthcare institutions to communicate among the staff. ഹോസ്പിറ്റലിലുള്ള ആളുകൾ തമ്മിൽ, ഹോസ്പിറ്റലിലെ എംപ്ലോയീസ്, ഡോക്ടേഴ്സ്, നഴ്സസ്, അവരൊക്കെ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പല കാര്യങ്ങളും കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ ഉപയോഗിക്കുന്ന ഇന്റർനാഷണലി ആക്സെപ്റ്റഡ് ലാംഗ്വേജ് ആണ് മെഡിക്കൽ ടെർമിനോളജി എന്ന് പറയുന്നത്. എന്ന് വെച്ചാൽ അന്താരാഷ്ട്രപരമായിട്ട് എല്ലാവർക്കും, അതായത് നമ്മള് ചിലപ്പോഴൊക്കെ നമ്മളുടെ എന്താ പറയാ, നമ്മൾ വാട്സപ്പ് മെസ്സേജസ് അയക്കും, അല്ലെങ്കിൽ പല കാര്യങ്ങളൊക്കെ സംസാരിക്കുമ്പോഴാണെങ്കിലും, ഫേസ് ടു ഫേസ് സംസാരിക്കുമ്പോഴാണെങ്കിലും ചില കാര്യങ്ങളൊക്കെ നമ്മൾ ചുരുക്കിയൊക്കെ പറയും. ചില വേർഡ്സ് ആയിരിക്കാം ചിലപ്പോൾ ചുരുക്കും, ചില വലിയ നീണ്ട കാര്യമൊക്കെ നമ്മളൊന്ന് ചുരുക്കാൻ, ഫോർ എക്സാമ്പിൾ ആസ് സൂൺ ആസ് പോസിബിൾ, അല്ലെ? ആസ് സൂൺ ആസ് പോസിബിളിൽ നമ്മൾ ASAP എന്ന് പറഞ്ഞ് ഷോർട്ടാക്കി പറയാറുണ്ട്, എഴുതാറുണ്ട്, അല്ലെ? അപ്പൊ അതുപോലെ പല കാര്യങ്ങളും നമ്മൾ മെസ്സേജസ് അയക്കാനോ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുമ്പോഴോ അതിനെയൊക്കെ ഒന്ന് ഷോർട്ട് ചെയ്ത് പറയും. ലൈക്വൈസ് അതുപോലെ തന്നെ നമ്മുടെ ഹോസ്പിറ്റൽസിലും ഹെൽത്ത് കെയർ ഇൻസ്റ്റിറ്റ്യൂഷൻസിലും ഇന്റർനാഷണലി ആക്സെപ്റ്റ് ചെയ്തിരിക്കുന്ന, എന്ന് വെച്ചാൽ അവര് ഏതെങ്കിലും ഒരു പർട്ടിക്കുലർ ഹോസ്പിറ്റലിൽ മാത്രം ഉപയോഗിക്കുന്നതല്ല, എല്ലാ ഹോസ്പിറ്റൽസിലും ഉപയോഗിക്കാൻ പറ്റുന്ന ഇന്റർനാഷണലി ആക്സെപ്റ്റഡ് എന്നാണ് അതുകൊണ്ട് അത് ഉദ്ദേശിക്കുന്നത്. ഇന്റർനാഷണൽ ലാംഗ്വേജ് ആണ്. അപ്പൊ അതിന് വേണ്ടിയിട്ട് ഈ പറയുന്ന പല കാര്യങ്ങളും ഡിസീസുമായി ബന്ധപ്പെട്ടതാകാം, പേഷ്യൻസിനെ റിലേറ്റ് ചെയ്യുന്നതാകാം, അല്ലെങ്കിൽ എന്തെങ്കിലും ടെസ്റ്റ് ആകാം, മരുന്നുകളാകാം, whatever it may be. അപ്പൊ അതിനൊക്കെ എന്താണ് ഒന്ന് ചിലപ്പോൾ ഇത്രയും നീട്ടി പിടിച്ചൊക്കെ പറയാനായിട്ട് ബുദ്ധിമുട്ടാണ്. അപ്പൊ അതൊക്കെ ഒന്ന് ചുരുക്കി പറയുക എന്നുള്ളതാണ് എന്ത് നമ്മുടെ മെഡിക്കൽ ടെർമിനോളജി എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പൊ ഹ്യൂമൻ ബോഡി ആകാം, ഹ്യൂമൻ ബോഡിയുടെ എലമെന്റ്സ് ആകാം, സിറ്റുവേഷൻസ് ഓർ സർക്കംസ്റ്റാൻസസ് ഓർ ട്രീറ്റ്മെന്റ് മെത്തേഡ്, ട്രീറ്റ്മെന്റ് ചെയ്യുന്ന രീതികളാകാം,
അങ്ങനെ പലതും നമുക്ക് ഇങ്ങനെ ചുരുക്കിയൊക്കെ ഉപയോഗിക്കാൻ പറ്റും. അങ്ങനെ ഉപയോഗിക്കുന്ന ഒരു ഗ്രീക്ക് അതുപോലെ തന്നെ ലാറ്റിൻ എന്നീ ഭാഷകളിലൊക്കെ എന്താ പറയാ ഒറിജിനേറ്റ് ചെയ്തു വന്ന ഒരു സംഭവം, ഒരു ലാംഗ്വേജ് ആണ് മെഡിക്കൽ ടെർമിനോളജി എന്ന് പറയുന്നത്. അപ്പൊ മെഡിക്കൽ ടെർമിനോളജിയിലെ മെഡിക്കൽ ടേംസ് ഫോം ചെയ്യാൻ വേണ്ടി they use some prefixes, suffixes, common root words and also abbreviations. അതിന് വേണ്ടിയിട്ട് ഇവര് ചില പ്രിഫിക്സുകൾ ചേർക്കും. ചില വേർഡിന്റെ കൂടെ മീനിങ് ഫുൾ ആയിട്ടുള്ള ഒരു വേർഡിന്റെ മുമ്പില് നമ്മൾ എന്താണ് പ്രിഫിക്സ് എന്ന് കഴിഞ്ഞ ദിവസം ക്ലാസ്സിൽ പറഞ്ഞതാണ് അല്ലെ. ഒരു വേർഡിന്റെ മുമ്പിൽ ഒരു ചെറിയ കഷ്ണം മീൻസ് ചിലപ്പോ 1, 2, 3 ലെറ്റേഴ്സ് ആയിരിക്കാം, അതുപോലെ ആഡ് ചെയ്യുന്നു. ദാറ്റ് മീൻസ് ബിഗിനിങ് ഓഫ് എ വേർഡ്, ഒരു വേർഡിന്റെ ബിഗിനിങ്ങിൽ തന്നെ നമ്മൾ ഒരു കഷ്ണം കൊണ്ടുപോയി ചേർത്ത് ആൻഡ് ക്യാൻ ബി ഫോം എനി അതർ വേർഡ്, മറ്റൊരു പുതിയ വേർഡായിട്ട്, മറ്റൊരു പുതിയ വാക്കായിട്ട്, മീനിങ് ഫുൾ ആയിട്ട് ഒരു വേർഡായിട്ട് നമുക്ക് കൺവേർട്ട് ചെയ്യാൻ പറ്റും. അപ്പൊ അങ്ങനെ ഒരു വേർഡിന്റെ ഫ്രണ്ടിൽ നമുക്ക് ചേർക്കാം. ലൈക്ക് അതുപോലെ തന്നെ സിമിലർലി വി ക്യാൻ ഓൾസോ ആഡ് സം ലെറ്റേഴ്സ് ഓർ വേർഡ്സ് അറ്റ് ദ എൻഡ് ഓഫ് ദ വേർഡ്. ഒരു വേർഡിന്റെ, ഒരു മീനിങ് ഫുൾ ആയിട്ടുള്ള വേർഡിന്റെ അറ്റത്ത്, അതായത് ആ വേർഡ് കഴിഞ്ഞിട്ട് നമുക്ക് ചില അക്ഷരങ്ങളോ അല്ലെങ്കിൽ ഒരു വേർഡോ ഒരു കുഞ്ഞു കഷ്ണം ഒരു വാക്കോ കൊണ്ട് ചേർത്തും നമുക്ക് എന്ത് ചെയ്യാൻ മെഡിക്കൽ ടെർമിനോളജി ഉണ്ടാക്കാൻ പറ്റും. അപ്പൊ വേർഡിന്റെ ബിഗിനിങ്ങിൽ ചേർക്കുന്നതിന് നമ്മൾ പ്രിഫിക്സ് എന്ന് വിളിക്കും. ആൻഡ് ഓൾസോ ഇൻ ദ ലാസ്റ്റ് ക്ലാസ് വി ഹാവ് സീൻ സം എക്സാമ്പിൾസ്. നമ്മുടെ യൂഷ്വൽ ആയിട്ടുള്ള എന്താ പറയാ ലൈഫിൽ, നമ്മള് കോമൺ ലൈഫിൽ നമ്മൾ ചില സഫിക്സ് അല്ലെങ്കിൽ പ്രിഫിക്സ് സഫിക്സ് ഒക്കെ ചേർത്തിട്ടുള്ള വേർഡുകൾ പറഞ്ഞു. അതിനവരുടെ ഉദാഹരണമാണ് ഓട്ടോ പൈലറ്റ്. പൈലറ്റ് എന്ന് പറയുന്ന ഒരു വേർഡാണ്, അതൊരു മീനിങ് ഫുൾ വേർഡാണ്. അതിന്റെ മുമ്പിൽ ഒരു ഓട്ടോമാറ്റിക് ഓട്ടോ എന്ന് പറയുന്ന ഒരു പ്രിഫിക്സ് ചേർത്തു. സോ ഇറ്റ് ബിക്കം ഓട്ടോ പൈലറ്റ്. അപ്പൊ എന്തായാലും മാറിയത് ഓട്ടോ പൈലറ്റ് ആയി മാറി. അതുപോലെ മറൈൻ എന്ന് പറയുന്നതിന് മുമ്പിൽ സബ് ചേർത്തു, സബ് മറൈൻ ആയി, വേറെ ഒരു ന്യൂ വേർഡ് ഈസ് ഫൗണ്ട് അല്ലെ, പുതിയൊരു വേർഡ് ഉണ്ടായി. അതുപോലെ ട്രൈസൈക്കിൾ, സൈക്കിൾ എന്ന് പറയുന്നതിന് മുമ്പിൽ TRI എന്ന് പറയുന്ന ഒരു കഷ്ണം ചേർത്ത് ട്രൈസൈക്കിൾ ആയി മാറി. അപ്പോ നമ്മുടെ ഹോസ്പിറ്റൽസിലും ഇതുപോലെ സയന്റിഫിക് ആയിട്ട് എന്താ പറയാ ചില പ്രിഫിക്സുകൾ ആഡ് ചെയ്ത് വേർഡുകൾ, മെഡിക്കൽ വേർഡുകൾ കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്യാറുണ്ട്. അതിനും ഒരു എക്സാമ്പിൾ അവിടെ തന്നിരുന്നു. വെന്റിലേഷൻ എന്ന് പറയുന്ന ഒരു വേർഡ്, അതിന് മുമ്പിൽ ഹൈപ്പർ എന്ന് പറയുന്ന ഒരു പ്രിഫിക്സ് ചേർത്തു ആൻഡ് ഇറ്റ് ബിക്കംസ് ഹൈപ്പർ വെന്റിലേഷൻ. അപ്പൊ അതെന്തായി മാറി? ഹൈപ്പർ വെന്റിലേഷൻ എന്ന് പറയുന്ന ഒരു വേർഡായി മാറി. സോ ഹൈപ്പർ വെന്റിലേഷൻ എന്ന് പറയുന്നതൊക്കെ നമ്മുടെ ഹോസ്പിറ്റൽസിൽ അവര് കോമൺ ആയിട്ട് യൂസ് ചെയ്യുന്ന അവരുടെ ലാംഗ്വേജിൽ പെട്ട ഒരു വേർഡ് തന്നെയാണ്. ഓക്കെ, അപ്പൊ വേർഡിന്റെ മുമ്പിൽ ചേർക്കുന്നു. അതുപോലെ അപ്പൊ നമ്മൾ പറഞ്ഞു തീർത്തതാണ്. അടുത്തത് അതുപോലെ തന്നെയാണ് when we add some letters or word in at the end of the word. ഒരു വേർഡിന്റെ, ഒരു വാക്കിന്റെ, മീനിങ്ഫുൾ ആയിട്ടുള്ള ഒരു വാക്കിന്റെ ബാക്കില്, അതായത് വേർഡ് കഴിഞ്ഞിട്ടാണ് നമ്മൾ ഇതുപോലെയുള്ള ഒരു കഷ്ണം അല്ലെങ്കിൽ ഒരു ലെറ്റേഴ്സ് ചേർക്കുന്നതെങ്കിൽ അതിന് നമ്മൾ വിളിക്കുന്ന പേരാണ് സഫിക്സ് എന്ന് വിളിക്കുന്നത്. സഫിക്സുകളും നമ്മുടെ ഡെയിലി ലൈഫിൽ നമ്മൾ സാധാരണ ഉപയോഗിക്കാറുണ്ട്. അതുപോലെ തന്നെ ഹോസ്പിറ്റൽസിൽ ഇഫ് they have to define a condition or a disease, ഒരു രോഗം എന്താണെന്ന് ഡിഫൈൻ ചെയ്യണം, അല്ലെങ്കിൽ ഇതിന്റെ ഒരു സിറ്റുവേഷൻ ആണെന്ന് ഡിഫൈൻ ചെയ്യണം. അങ്ങനെയൊക്കെ വരുന്ന സമയത്ത് they use some words at the end of a particular word. ഒരു വേർഡിന്റെ അറ്റത്ത് ഒരു വാക്ക് ചേർക്കാറുണ്ട്. അതാണ് സഫിക്സ് എന്ന് വിളിക്കുക. ഓക്കെ, ഇനി അതിനൊരു ഉദാഹരണം പറഞ്ഞിട്ടുണ്ട്. സഫിക്സ് ITIS, അതായത് ITS എന്ന് പറയുന്ന ഒരു കഷ്ണം. നമ്മൾ ഇൻഫ്ലമേഷൻ എന്നാണ് അതിന്റെ മീനിങ്. IS എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇൻഫ്ലമേഷൻ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നീര് വെക്കുക, സ്വെല്ലിംഗ് പോലെയൊക്കെ ഇങ്ങനെ ഭയങ്കര ചുമന്ന് ഇങ്ങനെയൊക്കെ വരിക, അതാണ്. When the suffix, when we add some suffix or prefix, ഒരു വേർഡിന്റെ ഒക്കെ നമ്മൾ അതങ്ങോട്ട് മാറ്റാണ്. പ്രിഫിക്സും ചേർക്കാം, സഫിക്സ് ചില സ്ഥലത്തൊക്കെ വേർഡിന്റെ മുമ്പിലും ചേർക്കും, പിറകിലും ചേർക്കും. That means at the same time suffix and prefix are used. ഒരു വേർഡിനോടൊപ്പം തന്നെ സഫിക്സും പ്രിഫിക്സും ഒക്കെ ചേർക്കാറുണ്ട്. ഓക്കെ, അപ്പൊ ഇവിടെ നമ്മളുടെ എന്താ പറയാ ആർത്രൈറ്റിസ് എന്ന് പറയുന്ന ഒരു വാക്ക്. ആർത്രോ എന്ന് പറയുന്നതിന്റെ അർത്ഥം ജോയിന്റ് എന്നാണ്. ഈ എന്താ പറയാ നമ്മുടെ മുട്ടുകൈ, ഈ വിരലുകളുടെ ഒക്കെ അവിടെയൊക്കെ ഒരു ജോയിന്റ് ഉണ്ട് അല്ലെ, സന്ധി, അതെ തോന്നുന്നു. ഓക്കെ, ജോയിന്റ് ഉണ്ട്. ഈ ജോയിന്റിനുണ്ടാകുന്ന എന്താ പറയാ സ്വെല്ലിങ് അല്ലെങ്കിൽ അതുപോലെയുള്ള നീക്കങ്ങളൊക്കെ, അപ്പൊ അത് പറയാൻ വേണ്ടി ആർത്രൈറ്റിസ് എന്ന് പറയുന്നത്, അതായത് ആർത്രോ എന്ന് പറയുന്നത് ഓ മാറ്റിയിട്ട് അവിടെ ITAS ചേർത്ത് ആർത്രൈറ്റിസ് എന്ന് പറയുന്ന ഒരു പുതിയ വേർഡ് ഉണ്ടാക്കി എന്നാണ് സഫിക്സ്. ഒരു എക്സാമ്പിൾ പറഞ്ഞിട്ടുണ്ട്. ആർത്രൈറ്റിസിന്റെ മീനിങ് ഇൻഫ്ലമേഷൻ ഓഫ് ദ ജോയിന്റ്സ്, ജോയിന്റിൽ ഉണ്ടാകുന്ന ഇൻഫ്ലമേഷൻ. അത് പറയാൻ വേണ്ടി വെറുതെ ജോയിന്റ് എന്നാണ് പറയുമെങ്കിൽ ആർത്രോ എന്നാണ് അർത്ഥം. ഇൻഫ്ലമേഷൻ എന്ന് പറയുന്നത് ITASന്റെ മീനിങ് മാത്രമാണ്. പക്ഷെ when we combine these two words, അതായത് ആർത്രോ എന്ന് പറയുന്ന വാക്കിന്റെ ഒപ്പം ഒരു സഫിക്സ് ആയിട്ടുള്ള ITAS ചേർത്ത് കഴിഞ്ഞപ്പോ it becomes എന്തായി മാറി? ഇൻഫ്ലമേഷൻ ഓഫ് ജോയിന്റ്സ്. അതുപോലെ പല എന്താ പറയാ സഫിക്സുകളൊക്കെ ഉണ്ടാക്കി, അതായത് ലെറ്റേഴ്സോ ഒരക്ഷരമായിരിക്കാം, ചിലപ്പോൾ ഒന്നിൽ കൂടുതൽ അക്ഷരങ്ങളായിരിക്കാം, റൂട്ട് വേർഡിനോടൊപ്പം ചേർത്ത്, ഒരു മെയിൻ വേർഡിനോടൊപ്പം ചേർത്ത്
എന്ത് ചെയ്യുന്നു, നമ്മൾ ഒരു പുതിയ വേർഡ് ഉണ്ടാകുന്നു. മനസ്സിലായോ? അത് അവരുടെ ഈസി കമ്മ്യൂണിക്കേഷൻ, ഈസി പ്രൊനൗൺസിയേഷൻ, അവർക്ക് കൃത്യമായിട്ട് അത് എന്താ പറയാ കാര്യങ്ങൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ, ഈ ചിലപ്പോ ഒക്കെ ചില വേർഡുകളൊക്കെ പ്രൊനൗൺസ് ചെയ്യാനുള്ള എളുപ്പത്തിന് ഇതൊക്കെയാണ് ഈ സഫിക്സും പ്രിഫിക്സും ഒക്കെ ചേർക്കുന്നത്. ക്ലിയർ ആയോ? എന്താണ് സഫിക്സ് മനസ്സിലായോ? സഫിക്സ് എന്താണെന്ന് മനസ്സിലായോ? ജസ്റ്റ് അണ്ടർലൈൻ ചെയ്യേണ്ട സെന്റൻസ് പറയാം, വേഗം റിയാക്ട് ചെയ്യാട്ടാ. മിണ്ടാതിരിക്കുകയാണോ എല്ലാവരും? സമരത്തിലാണോ? അല്ല. ഓക്കെ. സഫിക്സ് ആർ യൂസ്ഡ് അറ്റ് ദ എൻഡ് ഓഫ് ദ വേർഡ് ടു ആൾട്ടർ ദ റിയൽ മീനിങ്. അർത്ഥത്തിൽ വ്യത്യാസം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന വാക്കിന്റെ എൻഡിൽ ഉപയോഗിക്കുന്ന ലെറ്റേഴ്സ്, അതിനെയാണ് നമ്മൾ സഫിക്സ് എന്ന് വിളിക്കുക. ആ സെന്റൻസ് അണ്ടർലൈൻ ചെയ്യാം. പിന്നെ അടുത്തത് എന്താ പറയാ, എ കോമൺലി യൂസ്ഡ് സഫിക്സ് ITS വിച്ച് മീൻസ് ഇൻഫ്ലമേഷൻ, അതിന്റെ മീനിങ് ആണ്. അതുപോലെ തന്നെ ആർത്രോ മീൻസ് ജോയിന്റ്. പിന്നെ ഇതിൽ രണ്ടും കൂടി ചേർത്ത് ആർത്രൈറ്റിസ് ആകുമ്പോൾ അത് ഇൻഫ്ലമേഷൻ ഓഫ് ജോയിന്റ്സ് ആയി മാറും. അവിടെ വരെ അണ്ടർലൈൻ ചെയ്യണം. എ കോമൺലി യൂസ്ഡ് എന്ന് തുടങ്ങി ഇൻഫ്ലമേഷൻ ഓഫ് ജോയിന്റ്സ്, അതിൽ 3 കാര്യങ്ങളുണ്ട്. ITSന്റെ എന്താ പറയാ മീനിങ് എന്താണ്, അതുപോലെ തന്നെ ആർത്രോന്റെ മീനിങ് എന്താണ്, ആർത്രൈറ്റിസ് എന്നതിന്റെ മീനിങ് എന്താണ്, ഇതൊക്കെ ആ ഒരൊറ്റ സെന്റൻസിലാണ് വന്നിരിക്കുന്നത്. അതുകൊണ്ട് അത്രയും ഭാഗം അണ്ടർലൈൻ ചെയ്യാം. ചെയ്തോ? ഓക്കെ അല്ലേ? അടുത്തത് റൂട്ട് വേർഡ്സ് ആണ്. നെക്സ്റ്റ് വൺ റൂട്ട് വേർഡ്സ്. ദാറ്റ് ഈസ് ദ മെയിൻ പാർട്ട് ഓഫ് ദ വേർഡ്. ഒരു വേർഡിന്റെ ഒരു വേർഡ് നമ്മൾ ഇഫ് യു ആർ യൂസിങ് ദ പ്രിഫിക്സ് ഓർ സഫിക്സ് എന്തുപയോഗിച്ചിട്ടാണെങ്കിലും അതിന്റെ മെയിൻ വേർഡ് നമ്മൾ പറയാറില്ല, റൂട്ട് എന്ന് പറയുന്നത് വിച്ച് ഇസ് ദ മെയിൻ പാർട്ട് ഓഫ് മെയിൻ സ്റ്റം എന്നൊക്കെ പറയാം, മുഖ്യമായ ഭാഗം. ഒരു വേർഡിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗത്തെയാണ് നമ്മൾ റൂട്ട് വേർഡ് എന്ന് വിളിക്കുക. അപ്പൊ റൂട്ട് വേർഡിന് വിൽ ഹാവ് സം മീനിങ് അല്ലെ, ഒരു കൃത്യമായ ഒരു അർത്ഥം ഉണ്ടായിരിക്കും ആ ഒരു എന്താ പറയാ റൂട്ട് വേർഡിന്. എപ്പോഴും നമ്മൾ റൂട്ട് വേർഡ്സിന് കൃത്യമായ ഒരു അർത്ഥമുള്ള വേർഡായിരിക്കും. When we add some prefix or suffix to that particular root word, ഈ റൂട്ട് വേർഡിനോടൊപ്പം നമ്മൾ പ്രിഫിക്സോ സഫിക്സോ ഒക്കെ ചേർത്ത് കഴിയുമ്പോൾ അത് ബ്ലെൻഡ് ചെയ്ത് കഴിയുമ്പോൾ എന്ത് പറ്റും, വേറെ ഏതെങ്കിലും തരത്തിലുള്ള ഒരു വേർഡ് ഒരു പർട്ടിക്കുലർ കണ്ടീഷനെ ഡിഫൈൻ ചെയ്യാനായിരിക്കാം, എന്തെങ്കിലും സ്ട്രക്ചർ ഡിഫൈൻ ചെയ്യാനായിരിക്കാം, എന്തെങ്കിലും ലോകത്തിന്റെ അവസ്ഥകൾ, അങ്ങനെ പല കാര്യങ്ങളും ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് മെയിൻ വേർഡ് അല്ലെങ്കിൽ ചീഫ് പാർട്ട് ഓഫ് ദ വേർഡ് അല്ലെങ്കിൽ റൂട്ട് വേർഡ് എന്ന് പറയുന്ന അതിനോടൊപ്പം പ്രിഫിക്സും സഫിക്സും നമ്മൾ ചേർക്കുന്നത്. ഓക്കെ, ഇവിടെ പറഞ്ഞിട്ടുണ്ട് റെഗുലർലി യൂസ്ഡ് ടേം ഇൻ എമർജൻസി മെഡിക്കൽ സർവീസ്. അതായത് EMS എന്ന് പറഞ്ഞാൽ എമർജൻസി മെഡിക്കൽ സർവീസ് ആണ്. എമർജൻസി മെഡിക്കൽ സർവീസിൽ ഉപയോഗിക്കുന്ന ഒരു വേർഡാണ് പർട്ടിക്കുലർ ആയിട്ട് ഒരു എക്സാമ്പിൾ പറയാണ് CPR. യു ജസ്റ്റ് അവിടെ EMSന്റെ ഒരു എക്സ്പാൻഡഡ് ഫോം ഒന്ന് എവിടെയെങ്കിലും എഴുതി വെച്ചേക്കാം, എമർജൻസി മെഡിക്കൽ സർവീസ്. അത് ചോദിക്കാറുണ്ട് കേട്ടോ, EMSന്റെ ഫുൾ ഫോം. ചിലപ്പോ നമ്മളുടെ അബ്രിവിയേഷൻസിലൊക്കെ ഉണ്ടായിരിക്കും, അല്ലെങ്കിൽ നിങ്ങൾ അവിടെ എഴുതി വെച്ചേക്കാം എമർജൻസി മെഡിക്കൽ സർവീസ്. ഈ എമർജൻസി മെഡിക്കൽ സർവീസ് എന്ന് പറയുന്നത് പെട്ടെന്ന് മെഡിക്കൽ സേവനം അത്യാഹിതമായിട്ട് എന്താ പറയാ മെഡിക്കൽ സേവനം ആവശ്യമുള്ള ഒരു വിഭാഗം. അതിനകത്തുള്ള ഒരു കാര്യമാണ് CPR. CPR എന്ന് കേട്ടിട്ടുണ്ടോ? വാട്ട് ഈസ് ദ ഫുൾ ഫോം ഓഫ് ഇറ്റ്? എന്താണ് CPRന്റെ ഫുൾ ഫോം? അവിടെ തന്നിട്ടുണ്ട്, കാർഡിയോ പൾമനറി റെസിസിറ്റേഷൻ. അതാണ് കാർഡിയോ പൾമനറി റെസിസിറ്റേഷൻ. ആ 3 വേർഡുകൾ കമ്പൈൻ ചെയ്തിട്ടാണ് CPR എന്ന് പറയുന്ന ഒരു വേർഡ് ഉണ്ടാക്കിയിരിക്കുന്നത്. ഇതിനകത്ത് തന്നെ ഈ കാർഡിയോ പൾമനറി എന്ന് മാത്രം എടുക്കുക, അത് മാത്രം എടുക്കുക. നോക്കിയാൽ നിങ്ങൾ കാർഡിയോ അതൊരു റൂട്ട് വേർഡാണ്. കാർഡിയോ എന്ന് പറയുന്നത് റൂട്ട് വേർഡാണ്. കാർഡിയോ മീൻസ് ഹാർട്ട്. കണ്ടോ, ഒരു നല്ല മീനിങ് ഫുൾ ആയിട്ടുള്ള അർത്ഥമുള്ള ഒരു വാക്കാണ് കാർഡിയോ, വിച്ച് ഇസ് റിലേറ്റഡ് ടു ഹാർട്ട്. ഹാർട്ടുമായി ബന്ധപ്പെട്ടതാണ്. അപ്പൊ ഹാർട്ട് എന്ന അർത്ഥം വരുന്ന കാർഡിയോ കറക്റ്റ് മീനിങ് ഫുൾ ആയിട്ടുള്ള വേർഡ്. അതിന്റെ അടുത്ത് തന്നെ അവരെന്ത് ചെയ്തു, പൾമിനറി എന്ന് പറയുന്ന ഒരു വേർഡ് കൂടി ചേർത്തു. പൾമിനറി എന്ന് പറഞ്ഞാൽ എന്താ? പൾമിനറി എന്താണ്? പൾമിനോളജി എന്ന് കേട്ടോ, ലങ്സ് റിലേറ്റഡ് ആയിട്ടാണ് അല്ലെ. അപ്പൊ നമ്മളുടെ ഈ പറയുന്ന CPR എന്ന് പറയുന്ന ആ ഒരു എക്സ്പാൻഡഡ് ഫോം ഉണ്ടാക്കാൻ വേണ്ടി കാർഡിയോ പൾമിനറി എന്ന് പറയുന്ന കാർഡിയോ പൾമിനറി റെസിസിറ്റേഷൻ CPR എന്ന് പറയുന്ന ഒരു വേർഡ് ഫോം ചെയ്തപ്പോ റൂട്ട് വേർഡിന്റെ ഒപ്പം സഫിക്സ് വേറൊരു എന്താ പറയാ റൂട്ട് വേർഡുകളിൽ ചേർത്തു, അല്ലെങ്കിൽ വേറെ ഒരു സഫിക്സ് ചേർത്തു. അങ്ങനെ പല റൂട്ട് വേർഡുകൾ തമ്മിൽ കമ്പൈൻ ചെയ്തു. എന്തുണ്ടാകുന്നുണ്ട്? മെഡിക്കൽ ടെർമിനോളജിയിൽ അവരുടെ ലാംഗ്വേജ് ഈസി ആക്കാൻ വേണ്ടി, പ്രൊനൗൺസിയേഷൻ ഈസി ആക്കാനും ആൻഡ് ഓൾസോ ഫോർ ദ കമ്മ്യൂണിക്കേഷൻ പർപ്പസ്, അവരുടെ ആശയവിനിമയങ്ങൾ കൃത്യമായി നടത്താനും ഒക്കെ ഇത് ഉപയോഗിക്കുന്നുണ്ട്. ക്ലിയർ ആയോ? മനസ്സിലായോ? EMSന്റെ ഫുൾ ഫോം എമർജൻസി മെഡിക്കൽ സർവീസ്, CPRന്റെ ഫുൾ ഫോം കാർഡിയോ പൾമനറി റെസിസിറ്റേഷൻ. ഈ CPR എപ്പോഴാണ് കൊടുക്കണ്ടേ? എപ്പോഴെങ്കിലും സാഹചര്യം ഓർമ്മയുണ്ടോ? നമ്മള് ഈ അടുത്ത കാലഘട്ടങ്ങളിൽ അധികമായി കേട്ട CPR കൊടുക്കണം എന്ന് എപ്പോഴെങ്കിലും ഒക്കെ കേട്ട ഒരു കാര്യമാണ്.
at the initial stage of നമ്മളുടെ കൊറോണയൊക്കെ വന്ന് ആ തുടക്ക കാലഘട്ടത്തിലൊക്കെ നമുക്ക് എന്താ പറയാ ഒരുപാട് പേരൊക്കെ ഈ കൊറോണയുടെ ആഫ്റ്റർ എഫക്ട് കൊണ്ട് പെട്ടെന്ന് ഇങ്ങനെ കുഴഞ്ഞു വീണ് മരിക്കലൊക്കെ ഉണ്ടായിരുന്നത് അല്ലെ. അപ്പൊ കുറച്ച് കഴിഞ്ഞപ്പോ അവര് കണ്ടെത്തിയാണ് ഇങ്ങനെ പെട്ടെന്ന് കുഴഞ്ഞു വീണ ഒരാൾ മരിച്ചു കഴിഞ്ഞാൽ അവരിങ്ങനെ അതിൽ തന്നെ ഒന്ന് ഷോൾഡറിൽ തട്ടുക, അവരുടെ റിയാക്ഷൻ അനുസരിച്ച് കുഴഞ്ഞു വീഴുന്നത് പല കാരണങ്ങൾ കൊണ്ടാകാം. അപ്പൊ ഇത് എന്തെങ്കിലും ഈ ഹാർട്ട് റിലേറ്റഡ് ആയിട്ടുള്ള ഇഷ്യൂ കൊണ്ടാണോ എന്നറിയാണെങ്കിൽ ആൾക്ക് CPR കൊടുക്കണം അല്ലെ. കൈയൊക്കെ ഒരു പ്രത്യേക രീതിയിലൊക്കെ വെച്ചിട്ട് അങ്ങനെ വെക്കേണ്ടതെന്നൊക്കെ അറിയാലേ. അത് നമ്മുടെ ഈ ചെസ്റ്റിന്റെ ഇവിടെ താഴെയുള്ള ഭാഗത്ത് അങ്ങനെ വെച്ചിട്ട് നന്നായി 1-2 വട്ടം അമർത്തുക. അതോടൊപ്പം തന്നെ നമ്മൾ എന്താ പറയാ ആർട്ടിഫിഷ്യൽ ആയിട്ടുള്ള ഒരു ബ്രീത്ത് ആൾക്ക് പ്രൊവൈഡ് ചെയ്യുക. ശക്തമായിട്ട് കൊടുക്കുമ്പോൾ എന്താ പറയാ നമ്മുടെ ഈ ഹാർട്ടിന്റെ ആ ഒരു അങ്ങോട്ടുള്ള ആ ഒരു ബ്ലഡ് സർക്കുലേഷൻ ഇങ്ങനെ സ്റ്റക്കായി പോകുന്നത് കൊണ്ടാണ്. അപ്പൊ അതെന്ത് ചെയ്യും, ആ സ്റ്റക്കാകാൻ പോകുന്നതിന് നമ്മളിങ്ങനെ ഭയങ്കര ഫോഴ്സ്ഫുള്ളി ബ്രീത്ത് ചെയ്യുമ്പോൾ ആ സംഭവം സ്റ്റക്കാകാതെയും അതിങ്ങനെ ഓപ്പൺ ആയിട്ട് കുറച്ച് വികസിച്ച് ആ ബ്ലഡ് സർക്കുലേഷൻ ഒക്കെ ഉണ്ടായ ചില ആളുകളിലേക്ക് നമുക്ക് എന്ത് ചെയ്യാം, തിരിച്ച് ജീവിതത്തിലേക്ക് കൊണ്ടുവരാൻ സാധിക്കും അല്ലെ. അപ്പൊ അതിന് വേണ്ടിയിട്ട് അപ്പൊ എമർജൻസി കൊടുക്കേണ്ട ഒരു സേവനമാണ് CPR എന്ന് പറയുന്നത്. സോ വി ഹാവ് ടു ഇൻട്രൊഡ്യൂസ് എയർ ടു ദ ലങ്സ്. നമ്മളിങ്ങനെ ആർട്ടിഫിഷ്യൽ ആയിട്ട് ആൾക്ക് ശ്വാസം കൊടുക്കണം. ആൾക്ക് സ്വന്തമായിട്ട് ശ്വാസം എടുക്കാൻ പറ്റുന്നില്ല, എടുക്കാൻ പറ്റിയാൽ തന്നെ അത്രയും ഫോഴ്സ് അല്ല. അപ്പൊ ഈ ശക്തി കൊണ്ട് ആ ഫോഴ്സിലി ആ എയർ അങ്ങോട്ട് പമ്പ് ചെയ്യുമ്പോൾ ചിലപ്പോൾ എന്ത് ചെയ്യും, ആ ഒരു ഭാഗം അടയാതെ ബ്ലോക്ക് ആകാതെ അത് ഓപ്പൺ ആകുകയും നമുക്ക് എന്താ പറയാ ലങ്സിലേക്കൊക്കെ ബ്ലഡ് ഇങ്ങനെ പാസ് ചെയ്യാനും ഒക്കെ സഹായിക്കുകയും ചെയ്യും. അപ്പൊ ആ ഒരു ഇതിൽ നിന്ന് രോഗത്തിൽ നമുക്ക് പെട്ടെന്ന് ആളെ റിക്കവർ ചെയ്ത് എടുക്കാൻ പറ്റും. അപ്പൊ ഈ പറയുന്ന എമർജൻസി മെഡിക്കൽ സർവീസിൽ ഉപയോഗിക്കുന്ന CPR എന്ന് പറയുന്നത് റൂട്ട് വേർഡ്സ് കമ്പൈൻ ചെയ്ത് റൂട്ട് വേർഡ്സിന്റെ ഒപ്പം അതുപോലെ തന്നെ പൾമിനറി അല്ലെ, പൾമിനറി എന്ന് പറയുന്നത് ചേർത്തിട്ടൊക്കെയാണ് എന്ത് ചെയ്യുന്നത്, ഒരു പുതിയ വാക്ക് അവര് കാർഡിയോ പൾമിനറി റെസിസിറ്റേഷൻ എന്ന് പറയുന്ന CPR എന്ന് പറയുന്ന പേര് ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പൊ സോ ഇതെല്ലാം തന്നെ ഇവർ ചെയ്യുന്നത് മെഡിക്കൽ ടെർമിനോളജിയിൽ മെഡിക്കൽ ടേംസ് ഉപയോഗിച്ച് ലാംഗ്വേജ് ഒന്നുകൂടി നന്നായി ക്ലിയർ ആക്കാനൊക്കെ വേണ്ടിയിട്ടാണ് ഉപയോഗിക്കുക. ക്ലിയർ ആയോ? മനസ്സിലായോ എന്താണ് റൂട്ട് വേർഡ്സ് എന്ന്? മനസ്സിലായോ? എന്തെങ്കിലും സംശയമുണ്ടോ ആർക്കെങ്കിലും? വേഗം പറയേ. ക്ലിയർ ആണോ? ഓ മൈ ഗോഡ്, ആരും ഇല്ലെന്ന് തോന്നുന്നു ഇവിടെ. ഹലോ, കേൾക്കണല്ലേ പറയുന്നത്? യെസ്, ഒരാളെങ്കിലും ഒരാൾ ക്ലിയർനെസ് ഒന്ന് പറയാ, അല്ലെങ്കിൽ മനസ്സിലായില്ലെന്ന് ഒരാൾ പറഞ്ഞാലും നമ്മൾ വീണ്ടും റിപ്പീറ്റ് ചെയ്യും. ഓക്കെ, നിങ്ങൾ അണ്ടർലൈൻ ചെയ്യേണ്ടത് ഫസ്റ്റ് സെന്റൻസ് അണ്ടർലൈൻ ചെയ്യാം. The chief part or stem of a word is called root word. ഒന്നാമത്തെ സെന്റൻസ് അണ്ടർലൈൻ ചെയ്യാം. അടുത്തത് അണ്ടർലൈൻ ചെയ്യേണ്ടത് a regularly used term in EMS. EMS എന്ന് പറയുന്നത് എമർജൻസി മെഡിക്കൽ സർവീസ് ആണ്. Regularly used term in EMS is CPR, which stands for cardiopulmonary resuscitation. ആ സെന്റൻസ് അണ്ടർലൈൻ ചെയ്യാം. തൊട്ടടുത്ത സെന്റൻസും when we break it down, മുറിച്ച് അതിന്റെ അർത്ഥം എടുക്കുമ്പോൾ എന്നാണ് അർത്ഥം. മുറിച്ചെടുക്കുമ്പോൾ ഏത് കാർഡിയോപൾമിനറി റെസിസിറ്റേഷനിലെ കാർഡിയോ പൾമിനറി മുറിച്ച് ഉപയോഗിക്കുകയാണെങ്കിൽ കാർഡിയോ എന്ന് പറയുന്നതിന്റെ അർത്ഥം ഹാർട്ട് എന്നും പൾമിനറി എന്ന് പറയുന്നതിന്റെ അർത്ഥം ലങ്സ് എന്നുമാണ്. അതാണ് തൊട്ടടുത്ത സെന്റൻസ്. അത് അണ്ടർലൈൻ ചെയ്യാം. അത് ബ്രേക്ക് ഇട്ട് ഡൗൺ ഒന്നും വേണമെന്നില്ല. കാർഡിയോ ഇസ് എ റൂട്ട് വേർഡ് വിച്ച് മീൻസ് ഹാർട്ട്. പൾമിനറി ഇസ് എ റൂട്ട് വേർഡ് വിച്ച് മീൻസ് ലങ്സ്. അത്ര തന്നെ. അത് രണ്ടും അണ്ടർലൈൻ ചെയ്യാം. പിന്നെ അടുത്ത സെന്റൻസും by executing CPR we introduce air into the lungs and circulate blood by pressing the heart to revive the patient. പേഷ്യന്റിനെ റിക്കവറിയിലേക്ക് റിവൈവിംഗ് സ്റ്റേജിലേക്ക് കൊണ്ടുവരാൻ വേണ്ടി നമ്മൾ എന്ത് ചെയ്യുന്നു, ബ്ലഡ് സർക്കുലേഷൻ ഒക്കെ കൃത്യമാക്കാൻ വേണ്ടി നമ്മൾ ഹാർട്ടിന്റെ ഭാഗത്തായിട്ട് നന്നായി പ്രസ് ചെയ്ത് കൊടുക്കുകയും അതുപോലെ തന്നെ എയർ ലങ്സിലേക്ക് ഫോഴ്സ്ഫുള്ളി നമ്മൾ ഇൻട്രൊഡ്യൂസ് ചെയ്യുകയും ചെയ്യുന്നു. അതാ ഈ രണ്ട് കാര്യങ്ങളാണ് CPR ചെയ്യാം. ക്ലിയർ ആയോ? എന്തൊക്കെ അണ്ടർലൈൻ ചെയ്യേണ്ടതും ആ പാരഗ്രാഫും ക്ലിയർ ആയോ? കോട്ടെ അടുത്ത ഭാഗത്തോട്ട്. യെസ്, നെക്സ്റ്റ് വൺ. അപ്പൊ നമ്മള് എന്താ പറയാ മെഡിക്കൽ ലാംഗ്വേജിൽ ഉപയോഗിക്കുന്ന ആ ലാംഗ്വേജിന്റെ ചില പ്രത്യേകതകളാണ് പറയുന്നത്. പ്രിഫിക്സ് ചേർക്കും, സഫിക്സ് ചേർക്കും, മെയിൻ പാർട്ട് ഓഫ് ദ വേർഡ് ഉണ്ട്, അത് കൂടാതെ റൂട്ട് വേർഡ് ഉണ്ട്. ഓക്കെ, മെയിൻ പാർട്ട് ആ റൂട്ട് വേർഡിനോടൊപ്പം പ്രിഫിക്സ് ചേർക്കാം, സഫിക്സ് ചേർക്കാം, റൂട്ട് വേർഡ്സിനോടൊപ്പം റൂട്ട് വേർഡ്സ് തന്നെ ചേർക്കാം എന്നുള്ളതിന്റെ ഒരു എക്സാമ്പിൾ ആണ് കാർഡിയോ പൾമിനറി. കാർഡിയോ ഒരു റൂട്ട് വേർഡ് ആണ്, പൾമിനറി ഒരു റൂട്ട് വേർഡ് ആണ്. രണ്ട് റൂട്ട് വേർഡ്സ് കൂടി ചേർത്ത് കാർഡിയോ പൾമിനറി എന്ന് പറയുന്ന ഒരു വേർഡ് ഉണ്ടാക്കി. സോ ഇത് കൂടാതെ beyond this we also use some medical terms such as abbreviations.
പിന്നെയും എന്ത് ഉപയോഗിക്കുന്നുണ്ട് മെഡിക്കൽ ടേംസിൽ? അബ്രിവിയേഷൻ വെച്ച് ഷോർട്ട് ഫോംസും ഉപയോഗിക്കുന്നുണ്ട്. അപ്പൊ ഇനി എന്താണ് ഷോർട്ട് ഫോംസ് അല്ലെങ്കിൽ ഷോർട്ട് നോട്ട്സ് എന്ന് പറയും? ചെറിയ ചെറിയ കുറിപ്പുകളായിട്ട് ചെറിയ അക്ഷരങ്ങളുടെ ചിലപ്പോൾ വലിയ വലിയ വല്ല രോഗത്തിന്റെയോ അല്ലെങ്കിൽ വല്ല മെഡിസിൻസിന്റെ പേരെ ചുരുക്കി ആദ്യത്തെ അക്ഷരങ്ങളൊക്കെ എടുത്തിട്ടൊക്കെ ഉപയോഗിക്കും. ഇപ്പൊ തന്നെ നമ്മൾ പറഞ്ഞല്ലോ CPR. CPR ഈസ് ആൻ അബ്രിവിയേറ്റഡ് ഫോം. അതൊരു അബ്രിവിയേറ്റഡ് ഫോം ആണ്. ഏതിന്റെ? കാർഡിയോ പൾമണറി റെസിസിറ്റേഷന്റെ ഒരു അബ്രിവിയേറ്റഡ് ഷോർട്ട് ഹാൻഡ് ഫോം ആണ് CPR. അതുപോലെ തന്നെ എമർജൻസി മെഡിക്കൽ സർവീസ് അത് എന്ന് പറയുന്നത് EMS അതിന്റെ ഷോർട്ട് ഫോം ആണ്. ഓക്കെ, അപ്പൊ അബ്രിവിയേഷൻ ആണെന്ന് പറയുന്നത് ഷോർട്ട് നോട്ട്സ് ആണ്. ഈ ഷോർട്ട് ഹാൻഡ് നോട്ട്സ് അല്ലെങ്കിൽ ഡോക്യുമെന്റ്സ് ആണ്. അപ്പൊ അബ്രിവിയേഷൻസും മെഡിക്കൽ ടെർമിനോളജിയിൽ ഉപയോഗിക്കുന്നുണ്ട്. ഇഫ് ദ ഡോക്ടേഴ്സ് ഹാവ് ടു റൈറ്റ് എനി പ്രിസ്ക്രിപ്ഷൻ ഓർ ഓൾസോ ഇഫ് ദ സ്റ്റാഫ് ഹാവ് ടു മേക്ക് സം റിപ്പോർട്ട്സ് റിഗാർഡിംഗ് ദ പേഷ്യൻസ്. അപ്പോൾ പേഷ്യൻസിന്റെ റിപ്പോർട്ട്സോ അല്ലെങ്കിൽ അവർക്ക് മരുന്നുകൾ എഴുതാനോ എങ്ങനെ എന്തെങ്കിലുമൊക്കെ ചെയ്യുമ്പോഴൊക്കെ ഈ അബ്രിവിയേഷൻസും അവര് ഉപയോഗിക്കാറുണ്ട്. പക്ഷേ വൈൽ ഹാൻഡിലിംഗ് അബ്രിവിയേഷൻസ് ഉപയോഗിക്കുമ്പോൾ എന്താണ്, എങ്ങനെ ഉപയോഗിക്കണം? ഇന്റർനാഷണലി അക്സെപ്റ്റ് ചെയ്തിരിക്കുന്ന കൃത്യമായ നിലവാരത്തിലുള്ള അബ്രിവിയേഷൻ തന്നെ ഉപയോഗിക്കണം. നമുക്ക് തോന്നി വരെ നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ ആസ് സൂൺ ആസ് പോസിബിൾ, അതൊക്കെ നമ്മള് കോമൺ ലാംഗ്വേജിൽ ഉപയോഗിക്കാറുണ്ട്. അത് ചിലപ്പോൾ എനിക്ക് തോന്നുന്നത് മിക്കവാറും എല്ലാവരും ഉപയോഗിക്കില്ല. പക്ഷെ ചില ആളുകൾ സംസാരിക്കുമ്പോൾ ചില ഇതുപോലെയുള്ള എന്താ പറയാ ചില ഷോർട്ട് രൂപങ്ങൾ ഉപയോഗിക്കും, അല്ലെങ്കിൽ ചില സിംബൽസ് പോലെയൊക്കെ എന്തെങ്കിലുമൊക്കെ അടയാളം അല്ലെ അങ്ങനെയൊക്കെ. പക്ഷെ അത് എല്ലാവർക്കും മനസ്സിലാവണമെന്നില്ല, അങ്ങനെ പാടില്ല. എല്ലാവർക്കും മനസ്സിലാകാത്ത രീതിയിലുള്ള ഷോർട്ട് ഫോംസോ അബ്രീവിയേഷൻസ് അല്ലെങ്കിൽ പ്രിഫിക്സ് സർവീസ് ഒന്നും തോന്നിയ പോലെ ഒന്നും എടുത്ത് ഉപയോഗിക്കാൻ ഏതൊരാൾക്കും ഹോസ്പിറ്റലിലെ എംപ്ലോയീസിന് സാധിക്കില്ല, പാടില്ല. ഓക്കെ, അതുകൊണ്ട് പറയുന്നത് സ്റ്റാൻഡേർഡ് ഉള്ള അക്സെപ്റ്റഡ് ആയിട്ടുള്ള അബ്രിവിയേഷൻസ് ആണ് അബ്രിവിയേഷൻസിന് വേണ്ടിയിട്ട് ഉപയോഗിക്കേണ്ടത്, വിത്തൗട്ട് മേക്കിംഗ് എനി കൺഫ്യൂഷൻസ് ആൻഡ് എറേഴ്സ്. എല്ലാവർക്കും ഒരേ അർത്ഥം കിട്ടണം അതിന്. ഇപ്പൊ ഞാനത് ഇത് ഇങ്ങനെ ആയിരിക്കൂടെ, ഇങ്ങനെ ആവില്ലേ, ഇതും അതിന്റെ ഷോർട്ട് ഫോം അല്ലേ, അങ്ങനെ ഒരു കൺഫ്യൂഷൻ ഇടവരാൻ പാടില്ല. കാരണം ഹോസ്പിറ്റലാണ്, രോഗികളാണ്. അക്ഷരങ്ങൾ നമ്മൾ തെറ്റായ രീതിയിൽ വ്യാഖ്യാനിച്ചാൽ പല പ്രോബ്ലംസും ഉണ്ടാകും അല്ലെ. മരുന്നുകൾ മാറിപ്പോകും, കൊടുക്കേണ്ട ഓപ്പറേഷനോ അല്ല സർജറി ഒക്കെ എന്തെങ്കിലുമൊക്കെ ആണെങ്കിൽ വേറെ സ്ഥലത്തൊക്കെ സർജറി പോകും, കയ്യിൽ നിന്ന് പോകും. ഓക്കെ, പിന്നെ പറഞ്ഞിട്ട് കാര്യമില്ല അബദ്ധങ്ങൾ വന്നു കഴിഞ്ഞാൽ. ഓക്കെ, അപ്പൊ ഈ പറഞ്ഞ പോലെയുള്ള ഡോക്യുമെന്റ്സ് ആളുകൾക്ക് മനസ്സിലാകണം. അത് നമ്മൾ എഴുതുന്നത് മറ്റ് ഹെൽത്ത് കെയർ പ്രൊഫഷൻസിലെ അവർക്ക് മനസ്സിലാകണം. ഇപ്പൊ നമ്മൾ ഇവിടെ ഒരു ഡോക്ടറെ അടുത്ത് വന്നു, നമ്മൾ കാണിച്ചു, കുറച്ച് ദിവസമൊക്കെ കാണിച്ചിട്ടൊന്നും ഒരു റിലീഫ് ഇല്ല. അപ്പൊ ഡോക്ടർ എന്താ പറയാ, ഇന്നേ ഞാനൊരു വേറൊരു ഡോക്ടറെ സജസ്റ്റ് ചെയ്യാം, ഇന്നേ അവിടെ ഒന്ന് ചെന്ന് നോക്ക്, ഞാൻ കാര്യങ്ങളൊക്കെ പറഞ്ഞ് കൊടുത്തേക്കാന്ന് പറഞ്ഞിട്ട് പുള്ളി അപ്പൊ ആ നോട്ടൊക്കെ ഇവിടെ തയ്യാറാക്കണം. സോ ഇവിടെ എഴുതുന്ന കാര്യം നമ്മൾ എവിടെ ഏത് ഡോക്ടറെ അടുത്താലോ കൊണ്ടുപോകണേ അവർക്കും ഒരേപോലെ മനസ്സിലാക്കണം. ഇന്നതാണ് മറ്റേ ഡോക്ടർ ഉദ്ദേശിച്ചേക്കണെന്ന് മനസ്സിലാക്കണം. അതുകൊണ്ട് അബ്രിവിയേഷൻസ് ഒക്കെ ആക്സെപ്റ്റഡ് ആയിട്ടുള്ള ഇന്റർനാഷണലി ആക്സെപ്റ്റഡ് ആയിട്ടുള്ള അബ്രിവിയേഷൻസ് ആയിക്കോട്ടെ, റൂട്ട് വേർഡ്സ് ഒക്കെ ആയിട്ട് കൃത്യമായിട്ട് ഉപയോഗിക്കുമ്പോ അത് കൃത്യമായി തന്നെ ഉപയോഗിക്കുക. മറ്റുള്ളവർക്കും ഒരേപോലെ മനസ്സിലാകുന്ന രീതിയിലാണ് ഉപയോഗിക്കേണ്ടത്. ഓക്കെ, മനസ്സിലായോ? അബ്രിവിയേഷൻസിനെ സംബന്ധിക്കുന്ന കാര്യം അതാണ്. അപ്പൊ അബ്രിവിയേഷൻസ് എന്ന് പറയുന്നതിന്റെ ഫസ്റ്റ് സെന്റൻസ് അണ്ടർലൈൻ ചെയ്യാം. Abbreviations are words which are used to shorten notes or documentation. ഓക്കെ, ഇനി അപ്പൊ അബ്രിവിയേഷൻസ് ഒക്കെ ഉപയോഗിക്കുമ്പോൾ നമ്മളുടെ ആ പരിധിയിൽ ആ ഒരു സ്ഥലത്തൊക്കെ ഓരോ അബ്രിവിയേഷൻസും എങ്ങനെ ഉപയോഗിക്കുന്നു എന്നുള്ളത് കൃത്യമായി തന്നെ മനസ്സിലാക്കണം. മനസ്സിലാക്കിയിട്ട് വേണം അതൊക്കെ ഉപയോഗിക്കാനായിട്ട്. അല്ലാണ്ട് എനിക്ക് തോന്നിയ പോലെ ഒന്നും ഉപയോഗിക്കാൻ പാടില്ല. അത് തന്നെയാണ് അവിടെ എഴുതി വെച്ചിരുന്നത്. ക്ലിയർ ആയോ? അബ്രിവിയേഷൻസ് എന്താന്ന് മനസ്സിലായില്ലേ? ഉപയോഗിക്കുമ്പോൾ ശ്രദ്ധിക്കണം, ശ്രദ്ധിക്കാതെ നമുക്ക് ഒരു കാര്യം ചെയ്യാൻ പാടില്ല എന്നാണ് പറയുന്നത്. മനസ്സിലാവാത്ത ആരെങ്കിലും ഉണ്ടോ? ആ പാരഗ്രാഫ് ഒന്ന് വായിച്ചു നോക്കാമോ? പറഞ്ഞിരിക്കുന്ന കാര്യം ഇതാണ്, നമ്മളത് ഉപയോഗിക്കുമ്പോൾ വിത്തൗട്ട് എനി കൺഫ്യൂഷൻ, വിത്തൗട്ട് എനി എറേഴ്സ്, they have to use standard and also accepted abbreviations. ഇനി ഈ പറയുന്ന ലിസ്റ്റില് അബ്രിവിയേഷൻസിലെ ലിസ്റ്റില് they have to decipher documents. എന്താ decipher എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ to understand എന്നാണ്. help to understand documents written by other professionals. ഹെൽത്ത് കെയർ പ്രൊഫഷണൽസ് വേറെ ആൾക്കാർ നമുക്ക് വേണ്ടി, ഇപ്പൊ ഞാൻ വേറൊരു ഡോക്ടറെ ഇവിടെ കൊണ്ടുവന്നു, അപ്പൊ ആ ഡോക്ടർ കുറെ അബ്രിവിയേഷനോ അല്ലെങ്കിൽ എന്തൊക്കെ ചേർത്തിട്ടാണ് ഈ ഒരു സാധനം നമുക്ക് തന്നിട്ടുണ്ടായിരുന്നത്. ഞാൻ അതെടുത്ത് വായിക്കുമ്പോൾ പുള്ളി എന്താ മീൻ ചെയ്തേ അത് തന്നെയായിരിക്കണം ഞാനും മീൻ ചെയ്യേണ്ടത്. അപ്പൊ അതുകൊണ്ട് പുള്ളിക്ക് ഇഷ്ടമുള്ള പോലെ ഉപയോഗിക്കാൻ പറ്റില്ല. ഇത് കൊണ്ടുപോയി ആരാണോ അത് മനസ്സിലാക്കേണ്ടത് ആളും മനസ്സിലാക്കുന്ന ഒരേ രീതിയിലായിരിക്കും. ക്ലിയർ ആയോ? മനസ്സിലായോ? അല്ലാണ്ട് ഞാൻ ഇതിനെ ഇങ്ങനെയാണ് ഷോർട്ടായിട്ട് എഴുതാം,
നിങ്ങൾ ഇനിയിപ്പോ എങ്ങനെയെങ്കിലും ആയിക്കോ എന്നുള്ള രീതി പാടില്ല. കാരണം ഇത് ഒരു ഹോസ്പിറ്റൽ ഹെൽത്ത് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളുമായി ബന്ധപ്പെട്ട കാര്യമാണ്. അതുകൊണ്ട് മാറ്റങ്ങൾ വന്നു കഴിഞ്ഞാൽ പലതും മാറിപ്പോകും, മരുന്ന് മാറിപ്പോകും, ചെയ്യുന്ന എന്താ പറയാ പ്രൊസീജിയേഴ്സോ അല്ലെങ്കിൽ എന്തെങ്കിലും തരത്തിലുള്ള സർജറീസോ ഒക്കെ ചെയ്താൽ അത് മാറിപ്പോകും, ടെസ്റ്റ് ചെയ്യേണ്ടത് മാറിപ്പോകും. ഇപ്പൊ ടെസ്റ്റ് ചെയ്യാൻ വേണ്ടി ഒരു ഷോർട്ട് ഫോമിൽ എന്തെങ്കിലും ഒരു സാധനം ടെസ്റ്റ് ചെയ്യാൻ കൊടുത്തു, OBS ഒക്കെ കേട്ടിട്ടുള്ള നമ്മള് അല്ലെ, മറ്റേ ബ്ലഡിന്റെ ഇതൊക്കെ ചെക്ക് ചെയ്യുന്നതൊക്കെ പലതൊക്കെ എഴുതും. അതിന്റെയൊക്കെ ഷോർട്ട് ഫോമിലാണ് അവര് അത് എഴുതി കൊടുക്കുന്നത്. അതിലൊരു അക്ഷരം കൊണ്ട് ഇതൊക്കെ മാറി ഞാൻ എങ്ങനെയാണ് ഉപയോഗിക്കുന്നത് പറഞ്ഞു കഴിഞ്ഞാൽ നടക്കില്ല. അപ്പൊ ടെസ്റ്റ് ചെയ്യേണ്ട സാധനം മാറിപ്പോയി നമുക്ക് കിട്ടേണ്ട റിസൾട്ട് അതനുസരിച്ചിട്ടായിരിക്കും കിട്ടുക. ഓക്കെ ആയോ? ഓക്കെ അല്ലേ? അബ്രിവിയേഷൻസ് ഫസ്റ്റ് സെന്റൻസ് മാത്രം അണ്ടർലൈൻ ചെയ്താൽ മതി, എന്താന്ന് അറിഞ്ഞാൽ മതി. സോ ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത് കുറച്ച് പ്രിഫിക്സുകളും സഫിക്സുകളും റൂട്ട് വേർഡ്സും അബ്രിവിയേഷൻസും വിച്ച് ഈസ് വൈഡ്ലി ആക്സെപ്റ്റഡ് ഓർ ഇന്റർനാഷണലി ആക്സെപ്റ്റഡ് ബൈ ഹെൽത്ത് കെയർ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഓർ ഹോസ്പിറ്റൽസ്. ഇപ്പൊ പല ഹോസ്പിറ്റലുകളിലും ഹെൽത്ത് കെയർ ഇൻസ്റ്റിറ്റ്യൂഷൻസിലും എല്ലാവരും ഒരുപോലെ സ്വീകരിച്ചിരിക്കുന്ന സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള കുറച്ച് പ്രിഫിക്സും സഫിക്സും റൂട്ട് വേർഡ്സും അബ്രിവിയേഷൻസും ഒക്കെ ഒരുപാടുണ്ട് മീൻസ് കുറച്ചധികം ഉണ്ട്. ഒരു 500ന്റെ അടുത്തൊക്കെ ഉണ്ട് കേട്ടോ പ്രിഫിക്സ് എല്ലാം കൂടി. ഓക്കെ, ഇതിനകത്ത് ഞാൻ പ്രിഫിക്സ് മാത്രമേ ഞാൻ എടുക്കുള്ളൂ, ബിക്കോസ് അത് എടുത്ത് കുറച്ചുണ്ട്. ഒരു 100 സംതിങ് 34 ഓക്കെ 127 അത്രയും പ്രിഫിക്സ് ഉണ്ട്, അത്രയും ഞാൻ എടുക്കുള്ളൂ. അതിന്റെ ബാക്കി അടുത്ത സഫിക്സ് തുടങ്ങി വേറെ ടീച്ചറായിട്ട് ആയിരിക്കും എടുക്കുക. ബിക്കോസ് വേറൊരു ചാപ്റ്റർ അവിടെ വിട്ടതായിട്ട് കഴിഞ്ഞ ദിവസം നിങ്ങൾ എന്നോട് പറഞ്ഞു. അത് ഞാൻ നോക്കിയപ്പോ അത് ഞാൻ കണക്കൊക്കെ എടുത്തിട്ട് പോയില്ലേ ഒരു ദിവസം പോയില്ലേ, ഒരു സെൻസസ് പോയല്ല, ഏതൊക്കെ ചാപ്റ്റർ എടുക്കാനുണ്ട് എന്നൊക്കെ ചോദിച്ചു പോയാ. ദൈവമേ, നിങ്ങളെന്താ മിണ്ടാത്തേ? എന്തെങ്കിലും പറ, ചോദിച്ചു അല്ലെ? അപ്പൊ ഞാൻ കണ്ടെത്തിയ ഒരു കാര്യം വന്ന് ചോദിച്ചിട്ട് പോയതാ. പക്ഷെ അത് നമുക്ക് പണിയും കിട്ടി. അവിടെ ചെന്നപ്പോഴാണ് ഇങ്ങനെ ഒരു ചാപ്റ്ററേ നിങ്ങൾ പറഞ്ഞ കൂട്ടത്തിലുള്ള ഒരു ചാപ്റ്റർ ആയിരുന്നു ലബോറട്ടറി സർവീസസ്. പറഞ്ഞിരുന്നില്ലേ ആ ചാപ്റ്റർ എടുത്തിട്ടില്ലാന്ന്? അവിടെ ചെന്ന് നോക്കിയപ്പോ ടീച്ചർമാരുടെ ലിസ്റ്റിൽ ഇല്ല ആ ചാപ്റ്റർ. ഓക്കെ, സോ ഞാൻ ഇതിന്റെ പകുതി അവിടെ ഇട്ടിട്ട് ആ ചാപ്റ്റർ ഞാനായിരിക്കും എടുക്കാം. ഓക്കെ, അവർക്ക് ഇപ്പം കൊടുത്തേക്കുന്നത് അവർക്ക് എടുക്കട്ടെ, ഞാൻ ആ ലബോറട്ടറി എടുക്കാമെന്ന് വിചാരിച്ചില്ല. ഇവിടെ ഇത് പിന്നെ എല്ലാവർക്കും ആരെടുത്താലും ഒരുപോലെയാ. ഈ പ്രിഫിക്സ് അതിന്റെ നേരെ കിടക്കുന്ന മീനിങ് ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കി വെക്കുക. അണ്ടർലൈൻ ചെയ്യാനും അതേപോലെ തന്നെ അല്ലെങ്കിൽ ടിക്ക് ചെയ്യാനൊക്കെ പറയുകയാണെങ്കിൽ അത് മാത്രം നിങ്ങൾ കാണാതെ പഠിക്കാം. ക്ലിയർ ആയോ? 500 കൂടുതലുണ്ട് ഇതെല്ലാം കൂടി, പ്രിഫിക്സും സഫിക്സും റൂട്ട് വേർഡ്സും അബ്രിവിയേഷനും എല്ലാം കൂടി എല്ലാം പഠിക്കുക എന്നുള്ളത് അത്ര എളുപ്പമുള്ള കാര്യമല്ല. അപ്പൊ അതുകൊണ്ട് ഓരോ പേജ് നമ്മൾ ഇങ്ങനെ ജസ്റ്റ് വായിച്ച് പറയാനുള്ളൂ. ഇതിന്റെ ഉള്ളിൽ കൂടി നൂണ്ട് കയറി അതെന്താണ് ഇനി അതങ്ങനെ, അത് ഏത് ഓപ്പറേഷനാണ്, സർജറിയാണ്, അത് എന്ത് രോഗമാണ്, അത് എന്തുകൊണ്ട് വരുന്നൊന്നും ചോദിക്കാൻ നിൽക്കണ്ട. ബിക്കോസ് നമ്മളതൊന്നും അതിലേക്കൊന്നും പോകണ്ട. എന്ത് അബ്രിവിയേഷൻ അല്ലെങ്കിൽ എന്ത് പ്രിഫിക്സ് അതിന്റെ മീനിങ് ഉണ്ട്. ജസ്റ്റ് യു ഹാവ് ടു നോട്ട് ഡൗൺ ദാറ്റ്. അതാണ് നമ്മൾ അറിയേണ്ടത്. അതിൽ പഠിക്കാൻ പറയുന്നത് നിങ്ങൾ കാണാതെ പഠിക്കാം. എക്സാമിന് ഓറിയന്റഡ് ആയിട്ട് നമ്മൾ കുറച്ച് ഇതുപോലെയുള്ള സാധനങ്ങൾ സെലക്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ആ സെലക്ട് ചെയ്തത് നിങ്ങൾക്കും സെലക്ട് ചെയ്ത് തരും. നിങ്ങൾ അത് പഠിച്ചു വെക്കാം. മനസ്സിലായി? അപ്പൊ ടീച്ചേഴ്സ് വന്നിട്ട് ഇങ്ങനെ ജസ്റ്റ് ഒന്ന് ഡിറ്റെയിൽ ചെയ്ത് പറയും. ഓക്കെ, നിങ്ങൾ പഠിക്കാം. അത്രേ ഉള്ളൂ. ബാക്കിയുള്ളതെല്ലാം നമ്മളുടെ ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള രീതിയിൽ സാഹചര്യവും സന്ദർഭവും സമയമൊക്കെ കിട്ടുമ്പോൾ നിങ്ങൾ ഒന്ന് പഠിച്ചു വെച്ചേക്ക്. കാരണം ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേറ്റർ ആയിട്ട് ജോലി ചെയ്യാൻ പോകുന്നവരല്ലേ. അപ്പൊ പിന്നീട് സമയം കിട്ടുമ്പോൾ എപ്പോഴെങ്കിലൊക്കെ പഠിക്കാം. ഓക്കെ, പരീക്ഷയ്ക്ക് വേണ്ടി നമ്മൾ പറയുന്നത് പഠിക്കാം. ക്ലിയർ ആയേ പറഞ്ഞത്? ഓക്കെ, സോ നമുക്ക് തുടങ്ങിയാലോ? ഓക്കെ, അപ്പൊ പ്രിഫിക്സ് ഭാഗം മാത്രം ഞാൻ എടുക്കുള്ളൂ. അതുകൊണ്ട് മുൻകൂർ ജാമ്യം എടുത്തേ. അടുത്ത ഭാഗം ഞാൻ അടുത്ത ചാപ്റ്റർ തീർന്നില്ലെങ്കിൽ അടുത്ത ചാപ്റ്റർ തുടങ്ങുന്നതിന് മുമ്പ് ആ പ്രിഫിക്സ് വരെ എന്തായാലും ഞാൻ തീർക്കും. ഓക്കെ, സോ ഇത് വേഗം ഇങ്ങനെ പറഞ്ഞു പോകാനേ ഉള്ളൂ. നിങ്ങൾ വായിച്ചാലും ഞാൻ വായിച്ചാലും ഒരേപോലെ ഇരിക്കുള്ളൂ. ഉള്ളിൽ നമുക്കൊന്നും ആഴത്തിൽ കുറെ കാര്യങ്ങളൊന്നും പറയാനില്ല. ഇട്ടിട്ടൊരു ഹൈഫൻ ഇട്ടിട്ടുണ്ട്. ഇറ്റ് മീൻസ് വിത്തൗട്ട് ഫോർ വാണ്ട് ഓഫ്, വിത്തൗട്ട് ഇല്ല എന്നൊക്കെ അർത്ഥം വരാൻ വേണ്ടിയിട്ടാണ്. വിത്തൗട്ട് അല്ലെങ്കിൽ ഫോർ വാണ്ട് ഓഫ്, ഇത് രണ്ടിനും എന്നിട്ടിട്ട് ഒരു ഹൈഫൺ ആണ് ഉപയോഗിക്കുക. ഓക്കെ, അതുപോലെ എ ബി എന്ന് എഴുതിയിട്ട് ഒരു ഹൈഫൺ ഇട്ടിട്ടുണ്ട്. ബിയോണ്ട് എന്താണ് അതിന്റെ മീനിങ്, അതിനപ്പുറം എന്നൊക്കെ പറയാൻ വേണ്ടിയിട്ട് എന്തെങ്കിലുമൊക്കെ ഈ പ്രിസ്ക്രിപ്ഷനിലോ അല്ലെങ്കിൽ രോഗിയുടെ ചില കാര്യങ്ങൾ ഇങ്ങനെ നോട്ടായിട്ട്, ഫിസിഷ്യൻസിന്റെ നോട്ടായിട്ട്, നഴ്സസ് അവരുടെ നോട്ടായിട്ടൊക്കെ തയ്യാറാക്കി വെക്കുമ്പോൾ വലിച്ചു വാരിയിട്ട് ഇങ്ങനെ എഴുതാണ്ടിരിക്കാൻ വേണ്ടി അവര് ഷോർട്ടായിട്ട് അവർ ഉപയോഗിക്കും. AB ഒരു ഹൈഫൺ ബിയോണ്ട് എന്നർത്ഥം. അബ്ഡോമൻ, അത് ഒരു വാക്ക് നമുക്ക് ഒരു മീനിങ് ഫുൾ ആയിട്ടുള്ള വാക്ക് നമ്മൾ പല സ്ഥലത്തും പറഞ്ഞു കേട്ടിട്ടുണ്ട്. അബ്ഡോമൻ മീൻസ് സ്റ്റൊമക്ക് എന്നാണ് അല്ലെ. ABDOMEN, അബ്ഡോമൻ സ്റ്റൊമക്ക് ആണ്.
ACR pertaining to and severity. Pertaining to severity ആണ്. ഇച്ചിരി തീവ്രമായത്. ACR അതാണ്. ACR ഒരു O ബ്രാക്കറ്റ് ആണ്. ബ്രാക്കറ്റ് അല്ലാട്ടെ ശരിക്കും അത് ഒരു സ്ലാഷ് ആണ്. ചെരിഞ്ഞ വര നമ്മൾ സ്ലാഷ് വിളിക്കുക അല്ലെ? കണ്ടില്ലേ ഇങ്ങനെ ഒരു ചെരിഞ്ഞ വര ഇല്ലേ? അത് എല്ലാം ബ്രാക്കറ്റ് ആണെന്ന് തോന്നുന്നത്. ഈ എന്റെ ബുക്കിൽ അല്ലെ, അതായത് ഇവിടെ ഡിസ്പ്ലേ ചെയ്തിരിക്കുന്നത് ബ്രാക്കറ്റ് ആണ്. പക്ഷെ നിങ്ങളുടെ ബുക്കിൽ അത് തിരുത്താൻ ഞാൻ ഇൻഫോം ചെയ്തിട്ടുണ്ടായിരുന്നു. തിരുത്തി വന്നിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. തിരുത്തി വന്നിട്ടുണ്ടോ? സ്ലാഷ് ആണോ ഇട്ടിരിക്കുന്നത്? യെസ്, അത് കണ്ടപ്പോ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അത് ബ്രാക്കറ്റ് അല്ല, അത് സ്ലാഷ് ആണെന്ന് അവിടെ ഇൻഫോം ചെയ്തിട്ടുണ്ടായിരുന്നു. കറക്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട്. ഓക്കെ, അപ്പൊ ACR/O എന്താണത്? pertaining to severity ആണ്. AD to in the direction of, ഇത് രണ്ടും ഉണ്ട് അതിന്റെ മീനിങ്. AD ഇട്ടിട്ട് ഹൈഫൻ ഇട്ടിട്ടുണ്ട്, to അല്ലെങ്കിൽ in the direction of കേട്ടോ. പിന്നെ ADEN referring to a gland. referring to a gland എന്തെങ്കിലും ഗ്രന്ഥിയുമായി ബന്ധപ്പെട്ടത് റെഫർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ADEN/O. AN വീണ്ടും ഒരു ഹൈഫൻ ഇട്ടിട്ടുണ്ട്. AN-ഉം വിത്തൗട്ട് അല്ലെങ്കിൽ ഫോർ വാണ്ട് ഓഫ്, അതുപോലെ തന്നെയാണ് നേരത്തെ ആദ്യം പറഞ്ഞ എയും. A ഇട്ടിട്ട് ഹൈഫൻ ഇട്ടാലും AN ഇട്ടിട്ട് ഹൈഫൻ ഇട്ടാലും രണ്ടും സെയിം ചെയ്യുക. വിത്തൗട്ട് ഓർ ഫോർ വാണ്ട് ഓഫ് രണ്ടും ഉണ്ട് കേട്ടോ. അടുത്തത് ANA അപ്പ് ബാക്ക് വൺ മോർ ടൈം, ഇതൊക്കെ സൂചിപ്പിക്കാനാണ്. അപ്പ് ബാക്ക് വൺ മോർ ടൈം ഇതൊക്കെ സൂചിപ്പിക്കാനാണ് ANA എന്ന് ഉപയോഗിക്കുക. അടുത്ത ആൻജിയോ, ആൻജിയോപ്ലാസ്റ്റി എന്നൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ടല്ലോ അല്ലെ? ആൻജിയോ മീൻസ് വെസൽ എന്നാണ്. വെസൽ പാത്രമാണ്. ഇവിടെ എന്തെങ്കിലും പാത്രമായിരുന്നു. ആൻജിയോപ്ലാസ്റ്റി ഒക്കെ നമ്മൾ കേട്ടേക്കുന്നതാണ്. ആൻജിയോ ഇട്ടിട്ട് ഒരു ഹൈഫൻ ഇട്ടിട്ടുണ്ട്. വെസൽ എന്നാണ് അതിന്റെ മീനിങ്. ആൻജെ ANTE ആൻജെ പ്രയോർ ടു മീൻസ് ഫോർവേഡ് കേട്ടോ. പ്രയോർ ടു ഉള്ളത് അല്ലെങ്കിൽ അത് കഴിഞ്ഞിട്ടുള്ളത് എന്നൊക്കെ പറയാനാണ് എന്താ പറയാ ആൻജെ എന്ന് പറയുന്ന വാക്ക് ഉപയോഗിക്കാം. ആൻറ്റി ANTI ആണ് അവേഴ്സ് ടു, അതിന്റെ എന്താ പറയാ അതിന് ഓപ്പോസിറ്റ് ആയിട്ട് എന്നൊക്കെ പറയുന്നതിന് വേണ്ടിയിട്ടാണ് അവേഴ്സ് ടു കേട്ടോ. ആ ആദ്യത്തെ മീനിങ് ഒക്കെ പഠിച്ചാലും മതി, ഫുള്ളൊക്കെ പഠിക്കാൻ നിർബന്ധമൊന്നുമില്ല. ഓക്കെ, അടുത്തത് ആർട്ടറി/O ആണ്. ARTERI/O ആർട്ടറി തന്നെയാണ്. ആർട്ടറി സൂചിപ്പിക്കാൻ തന്നെയാണ് അതിന്റെ ഷോർട്ട് ആയിട്ട് അല്ലെങ്കിൽ അത് പ്രിഫിക്സ് ആയിട്ട്. അതിന്റെ ബാക്കിൽ കൂടി ഇനി വേറെ വേർഡൊക്കെ ചേർക്കും. കാരണം ഇത് പ്രിഫിക്സ് ആണ്. മുമ്പി ചേർക്കുന്ന കഷ്ണമാണ് കേട്ടോ. ഏതെങ്കിലും ഒരു റൂട്ട് വേർഡിന്റെ മുമ്പി ചേർക്കാൻ സാധ്യതയുള്ള ചില എന്താ പറയാ അക്ഷരങ്ങൾ നമുക്ക് ആൽഫബറ്റിക് ഓർഡറിലൂടെ ഇങ്ങനെ തന്നിട്ടാണ്, ഓർഡർ അനുസരിച്ച് കേട്ടോ. ആർട്ടറി/O ആർട്ടറി തന്നെയാണ് അതിന്റെ മീനിങ്. ആർത്തോ ARTHO pertaining to ജോയിന്റ്, നേരത്തെ പറഞ്ഞില്ല ജോയിന്റുമായി ബന്ധപ്പെട്ടത്. അതിൽ നിന്നാണ് ഇൻഫ്ലമേഷൻ ഓഫ് ജോയിന്റ്സ് ആർത്രൈറ്റിസ് എന്ന് പറയുന്നത്. അടുത്തത് ഓട്ടോ മീൻസ് സെൽഫായിട്ട്, ഓട്ടോമാറ്റിക് മെഷീൻ, സെൽഫായി പ്രവർത്തിക്കുന്ന മെഷീൻ ഓട്ടോ. അത് സാധാരണഗതിയിലും കോമൺ യൂസേജിലും അത് തന്നെയാണ് ഇതിന്റെ മീനിങ്. ഓട്ടോ മീൻസ് വൺ സെൽഫായിട്ടുള്ളത്. BI എന്താണ്? ബയോളജി, ബൈസെക്ടർ കേട്ടിട്ടുള്ള ബൈസെക്ടർ പോലെ രണ്ടാക്കുക തുല്യമായിട്ട് അല്ലെ? 2 എന്നെ അർത്ഥം. ഓക്കെ, BI മീൻസ് ഒരു ഹൈഫൻ റൂട്ട് കഴിഞ്ഞാൽ അതിന്റെ അർത്ഥം ബൈ, ദാറ്റ് മീൻസ് 2 രണ്ട്. BI/O ബയോളജി, ബയോ ബിലോങ്ങിങ് ടു ലൈഫ്, ജീവശാസ്ത്രവുമായി ബന്ധപ്പെട്ടതാണല്ലോ ബയോളജി. അപ്പൊ ബയോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ബിലോങ്ങിങ് ടു ലൈഫ് ആയി. BI മാത്രമാണെങ്കിൽ 2 എന്നാണ് അർത്ഥം. അടുത്ത ബ്ലാസ്റ്റ്, BLAST അത് ജേം ഓർ സെല്ല്, ജേമോ സെല്ലോ ഒക്കെ റെപ്രസെന്റ് ചെയ്യാനായിട്ട് BLAST ആണ് ഉപയോഗിക്കാം. നെക്സ്റ്റ് ബ്ലഫർ ബിലോങ്ങിങ് ടു ഐലിഡ്. അതെന്താണ് ബ്ലഫർ? നമ്മുടെ കണ്ണിന്റെ ഈ ലിഡുമായി ബന്ധപ്പെട്ടതാണ്. ബ്ലഫർ/O BLEPHAR/O. വേറായോ? 18 എണ്ണമാണ് ഈ ഒന്നാമത്തെ പേജിലുള്ളത്. 18 എണ്ണം നിങ്ങൾ പഠിക്കണ്ട, ഞാൻ പറയുന്നത് ഒന്ന് തിരിച്ചിട്ട് വയ്ക്കാം. ഫസ്റ്റ് വൺ അബ്ഡോമൻ. ഇത് നമ്പർ പറയാം. നമ്പർ 3 മൂന്നാമത്തേത് ഇക്കിടുക കേട്ടോ. മൂന്നാമത്തേത്. നെക്സ്റ്റ് വൺ ADEN ആറാമത്തേത്. ADN/O ആറാമത്തേത്. നെക്സ്റ്റ് വൺ 9th വൺ ഒമ്പതാമത്തെ ആൻജിയോ. എളുപ്പമുള്ളതാണ് അടയാളപ്പെടുത്താൻ തന്നേക്കണേ. അടുത്തത് ആർത്രോ ARTHO. ദെൻ ഓട്ടോ എത്രാമത്തെയാ? 14. ഓക്കെ, നെക്സ്റ്റ് 17ഉം 18ഉം ലാസ്റ്റത്തെ രണ്ടെണ്ണം ബ്ലാസ്റ്റും ബ്ലഫറും. എത്ര അണ്ടർലൈൻ ചെയ്തു അല്ലെങ്കിൽ ടിക്ക് ഇട്ടു? എത്ര എണ്ണം ടിക്ക് ഇട്ടു? 7 എണ്ണം. യെസ്, അതെ. ഒന്നുകൂടി നമ്പർ വയ്ക്കാം. 3, 6, 9, 13, 14, 17, 18. വേറായോ?
അങ്ങനെ തന്നെ പഠിച്ചാൽ മതി. ഇന്ന സാധനം എങ്ങനെയൊക്കെയാണെങ്കിൽ ചോദിക്കാം. വാട്ട് ഈസ് ദ മീനിങ് ഓഫ് പ്രിഫിക്സ് ബ്ലഫർ? ബ്ലഫർ എന്ന് പറയുന്ന പ്രിഫിക്സിന്റെ മീനിങ് എന്താണ്? അപ്പൊ നമ്മൾ ബിലോങ്ങിങ് ടു ആയിട്ട് അങ്ങനെ ചിലപ്പോൾ ഓപ്ഷൻസ് എന്തൊക്കെയാണ് ഉണ്ടാവും, ആൻസർ കറക്റ്റ് ആയിട്ടുള്ളത് ചൂസ് ചെയ്യാം. അല്ലെങ്കിൽ ബിലോങ്ങിങ് ടു ലൈഫ് ഈസ് ദ മീനിങ് ഓഫ് ഡാഷ് പ്രിഫിക്സ്, അങ്ങനെ ഇരിക്കാം. ബിലോങ്ങിങ് ടു ലൈഫ് എന്ന് പറയുന്നത് ഡാഷിന്റെ പ്രിഫിക്സ് അല്ലെ, ഡാഷ് എന്ന് പറയുന്ന പ്രിഫിക്സിന്റെ മീനിങ് ആണ്. അപ്പൊ ഡാഷിന് നമ്മൾ ബയോ അല്ലെ, ബിലോങ്ങിങ് ടു ലൈഫ് ബയോ ആണ്, BI/O വരും. അതെങ്ങനെ ക്വസ്റ്റ്യൻ വരിക എന്നുള്ളതൊന്ന് ജസ്റ്റ് പറഞ്ഞു മാത്രം. ഓക്കെ, അടുത്ത പേജ് 19 തുടങ്ങി നമുക്ക് വീണ്ടും അടുത്ത മീനിങ് നോക്കാം. BRADY ബ്രാഡി, ഡൾ, ഡള്ളായിട്ടുള്ളത്, വളരെ ഡള്ളായി ഗ്ലൂമി എന്നൊക്കെ കേട്ടില്ലേ, അതുപോലെ. അപ്പൊ BRADY ഡൾ എന്നതിനെ സൂചിപ്പിക്കുന്നതാണ്. അതിന്റെ പിന്നാലെ വേറെ വാക്കൊക്കെ ഉണ്ടായിരിക്കും, അത് റൂട്ട് വേർഡ് അതിന്റെ കൂടെ ചേർന്ന് വരും. ഇത് പ്രിഫിക്സ് മാത്രം, ആ പ്രിഫിക്സുകളുടെ മാത്രം അർത്ഥം പറയുന്നത്. പ്രിഫിക്സിനോടൊപ്പം റൂട്ട് വേർഡ് കൂടി വന്നു കഴിയുമ്പോൾ മീനിങ് എൻറ്റയർലി ചിലപ്പോൾ ഡിഫറെന്റ് ആകാൻ സാധ്യതയുണ്ട്. അടുത്തത് CALC കാൽഷ്യം എന്നൊക്കെ ഉണ്ടല്ലോ, സ്റ്റോൺ, ഹീൽ, അതൊക്കെയാണ് അതിന്റെ അർത്ഥം. സ്റ്റോണ്, ഹീല് ഇതിനൊക്കെ ഉപയോഗിക്കുന്ന വേർഡാണ്, പ്രിഫിക്സ് വേർഡാണ് CALC. അടുത്തത് CARDI/O കാർഡിയോ, ബിലോങ്ങിങ് ടു ഹാർട്ട്, ഹാർട്ടുമായിട്ട് ബന്ധപ്പെട്ടത്. കാർഡി സ്ലാഷ് കോൾഡ്. സെഫൽ, CEPHAL, സെഫൽ ബിലോങ്ങിങ് ടു ഹെഡ് കേട്ടോ. സെഫൽ CEPHAL അത് ഹെഡുമായിട്ട് റിലേറ്റ് ചെയ്യുന്നതാണ്. അടുത്തത് CEREBR/O സെറിബ്രോ, ബിലോങ്ങിങ് ടു ദ സെറിബ്രം വിച്ച് ഈസ് എ പാർട്ട് ഓഫ് ബ്രെയിൻ, ബ്രെയിനിന്റെ ഭാഗമായ സെറിബ്രമുമായിട്ട് ബന്ധപ്പെട്ടതിനെ സൂചിപ്പിക്കാനാണ് CEREBR/O ഉപയോഗിക്കുക. അത് സെർവിക് ആണ്, CERVIC/O ബിലോങ്ങിങ് ടു ദ നെക്ക് ഓർ യൂട്രൈൻ സെർവിക്സ് കേട്ടോ. യൂട്രൈൻ സെർവിക്സ് അല്ലെങ്കിൽ എന്താ പറയാ, നമ്മളുടെ നെക്കുമായിട്ടൊക്കെ ബന്ധപ്പെട്ട കാര്യമാണ്, അതിനെ സൂചിപ്പിക്കാനാണ് CERVIC എന്ന് ഉപയോഗിക്കുക. ഓക്കെ, നെക്സ്റ്റ് വൺ CHOLE, അത് കൊളസ്ട്രോൾ, അതിന്റെയൊക്കെ ഒരു മുമ്പിൽ ചേർക്കുന്ന CHOLE അതിന്റെ ഒരു പാർട്ടാണ്. ബിലോങ്ങിങ് ടു ബൈൽ ഓർ ഗാൽ, ഗാൽ ബ്ലാഡർ, പിത്താശയ സഞ്ചിയൊക്കെ ഉണ്ടല്ലോ, അതിനകത്തൊക്കെ അടിഞ്ഞു കൂടുന്ന CHOLE, അതിനെയാണ് നമ്മള് ബിലോങ്ങിങ് ടു ബൈൽ അല്ലെങ്കിൽ ഗാൽ, CHOLE ആണ് അതിന്റെ മീനിങ്. CHONDR ബിലോങ്ങിങ് ടു കാർട്ടിലേജ്, കാർട്ടിലേജുമായിട്ട് എന്താ പറയാ ബന്ധപ്പെട്ടത്. തരുണാസ്തിയ, അങ്ങനെ എന്താ മലയാളത്തിൽ കാർട്ടിലേജിന്റെ മീനിങ് തരുണാസ്തിയുമായി ബന്ധപ്പെട്ടതാണ് CHONDR/O. നെക്സ്റ്റ് വൺ സർക്കം, ഓൾ സൈഡ്സ്, ഓൾ സൈഡ്സ്, സർക്കംഫറൻസ് എന്നൊക്കെ കേട്ടിട്ടുണ്ടല്ലോ, ചുറ്റുള്ളത്, ചുറ്റളവ് എന്നൊക്കെ പറയും സർക്കംഫറൻസിനെ. CIRCUM ഓൺ ഓൾ സൈഡ്സ്, അത്രേ ഉള്ളൂ. അടുത്ത CONTRA കോൺട്രാ, കോൺട്രാ എന്നൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ട്, എഗെയിൻസ്റ്റ് അല്ലെങ്കിൽ ഓപ്പോസിറ്റ്സ് അല്ലെ, വിപരീതമായിട്ട്, വിരുദ്ധമായിട്ട് എന്നാണ്. കോൺട്രയാവുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഉദ്ദേശിക്കുന്നതൊക്കെ വിപരീതം, അതാണ് കോൺട്ര. എഗെയിൻസ്റ്റ് അല്ലെങ്കിൽ ഓപ്പോസിറ്റ് എന്നാണ് അതിന്റെ മീനിങ്. COST/O കോസ്റ്റ് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ COST/O, കോസ്റ്റിന്റെ കൂടെ ഒരു /O ഉണ്ട്. ബിലോങ്ങിങ് ടു റിബ്, റിബാണ്, റിബ് കേജ് ഒക്കെ ഉണ്ടല്ലോ നമ്മളുടെ ഇവിടെ താഴെയായിട്ട്. കുട്ടികളൊക്കെ മറ്റേ ഇതിലൊക്കെ പോയിട്ട് ബോഡി ബിൽഡിംഗ് ഒക്കെ നടത്തുന്ന ജിമ്മിലൊക്കെ പോയിട്ട് ചെയ്യുമ്പോൾ റിബൊക്കെ ശരിക്കും കാണണ്ടേ, സിക്സ് പാക്ക് ഒക്കെ, അവിടെയൊക്കെയുള്ള സാധനം. അടുത്ത CYANO സിയാനോ, വിച്ച് ഈസ് റിലേറ്റഡ് ടു എ കളർ വിച്ച് ഇസ് ബ്ലൂ. സിയാനോ എന്ന് പറഞ്ഞ കളർ തന്നെയാണ്, എല്ലാതെയും ഉപയോഗിക്കുന്ന ഒരു വേർഡ് തന്നെയാണ്, ബ്ലൂ കളറിന്. CYANO/O. അടുത്ത സിസ്റ്റ്, CYST റിലേറ്റിംഗ് ടു ദ ബ്ലാഡർ. സിസ്റ്റ് ഫോം ചെയ്യാൻ പറ്റാൻ നമ്മൾ കേട്ടിട്ടുണ്ടല്ലോ, ചില ആളുകൾക്ക് വരുന്ന ഒരു ഇതാണ്, ഒരു തടിപ്പോ, ഒരു എൻലാർജ്മെന്റ്, ബ്ലാഡറിൽ ഉണ്ടാകുന്ന ഒരു എൻലാർജ്മെന്റ് ഒക്കെ ഇപ്പൊ സിസ്റ്റ് ആണത്. CYT സൈറ്റ് അല്ലെ, സെല്ലാണ്, സെൽ റിലേറ്റഡ് ആയിട്ടുള്ള കാര്യമാണ്. CYT/O സൈറ്റോ, which is relating to cell. അടുത്തത് DE ഡൗൺ ഫ്രം, DE meaning down from. അടുത്ത ഡെർമറ്റോളജി which is related to skin. നമ്മൾ പഠിച്ചിട്ടുണ്ട് ഡെർമറ്റോളജി എന്ന് പറയുന്ന ഡിപ്പാർട്ട്മെന്റ് ഒക്കെ അല്ലെ, സ്കിന്നുമായിട്ട്, സ്കിന്ന്, ഹെയർ, നെയിൽസ്, വെനറിയൽ ഡിസീസസ് ഒക്കെ കുറച്ചൊക്കെ എന്താ പറയാ ട്രീറ്റ് ചെയ്യുന്ന ഒരു ഡിപ്പാർട്ട്മെന്റ്, അതാണ് ഡെർമറ്റോളജി. റിലേറ്റിംഗ് ടു സ്കിൻ, ഡെർമറ്റ് എന്ന് പറയുന്ന വേർഡ് അങ്ങനെയാണ് സൂചിപ്പിക്കുക. /O ഉണ്ട്. അടുത്ത DI 2 times or double എന്നതിനെ സൂചിപ്പിക്കാണ് DI. DIA എന്താണ്, ത്രൂ, കംപ്ലീറ്റ്ലി,
എന്നൊക്കെയാണ് മീനിങ്. ത്രൂ കംപ്ലീറ്റ്ലി DIA. DYS ടഫ്, എന്താ പറയാ അബ്നോർമൽ എന്നൊക്കെ പറയാം നമുക്ക്. ടഫ്, agonizing, abnormal അതൊക്കെ DYS. ECT/O out from HO. ECT/O out from കേട്ടാ. അടുത്ത ഇലക്ട്രോ which is relating to electricity. ഇലക്ട്രിസിറ്റിയുമായി ബന്ധപ്പെട്ട് തന്നെയാണ് അത് സാധാരണ ഉപയോഗിക്കുന്നത്. ഇലക്ട്രോലൈറ്റ് ഡിസ്റ്റർബൻസ് എന്നൊക്കെ നമ്മൾ നേരത്തെ പഠിച്ചിട്ടുണ്ടോ. ഇലക്ട്രിസിറ്റിയുമായിട്ട് റിലേറ്റ് ചെയ്യുന്നതാണ്. അടുത്തത് ENDO. END/O ഇൻസൈഡ്, അകത്ത്. ENTER/O relating to intestines. large intestine, small intestine, വൻകുടല് ചെറുകുടല് ഒക്കെ ബന്ധപ്പെട്ടതാണ് ENTER/O. അടുത്തത് എപ്പിഡെമിക്സ് എന്ന് കേട്ടിട്ടുണ്ടല്ലോ. upon, on എന്നൊക്കെ മീനിങ് ആണ് EPI അതിന്റെ മീനിങ്. സോ ഇനി വീണ്ടും ഈ പേജിൽ നമുക്ക് ടിക്ക് ഇടാനുള്ളത് പറയാം. ഒന്നാമത്തേത് CEPHAL സെഫൻ 20 seconds 22ാമത്തേത് അണ്ടർലൈൻ ചെയ്യാം അല്ലെങ്കിൽ ടിക്ക് ഇടാം. 22, 22, then 28 കോൺട്രാ, against അല്ലെങ്കിൽ opposite കോൺട്രാ. അടുത്തത് 31 CYST cyst relating to bladder. അതിന്റെ തൊട്ട് താഴത്തെയും ഉണ്ട് CYT relating to cell. 31, 32 ഉണ്ട്. ഓക്കെ. നെക്സ്റ്റ് വൺ 34 dermato relating to skin ആണ്. നെക്സ്റ്റ് ഇലക്ട്രോ റിലേറ്റിംഗ് ടു ഇലക്ട്രിസിറ്റി ആണ്. അടുത്തത് ENTER/O റിലേറ്റിംഗ് ടു intestines. എത്ര ഉണ്ട് നോക്കിയേ. എത്ര ടിക്ക് ചെയ്തു? 7 തന്നെയല്ലേ? ഓക്കെ. അപ്പൊ ഈ പേജിലും 7 നമ്മൾ കാണാതെ പഠിക്കണം. ബാക്കിയുള്ളത് പഠിക്കേണ്ടതല്ല, ഇടയ്ക്ക് സമയം കിട്ടുമ്പോഴൊക്കെ റെഫർ ചെയ്തുകൊണ്ടിരിക്കുക. പിന്നീട് നിങ്ങൾ ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേറ്റർ ആയിട്ടൊക്കെ ജോലി ചെയ്യുമ്പോൾ അവരവിടെ ഇങ്ങനെയുള്ള ചില അബ്രിവിയേറ്റഡ് ഫോമുകള്, പ്രിഫിക്സുകള്, സഫിക്സ് ഒക്കെ ചേർത്ത് കാര്യം പറയുമ്പോൾ ഇതൊക്കെ നമ്മൾ കേട്ടത് നിങ്ങൾ അറിയട്ടെ. ഇടയ്ക്കൊക്കെ സമയം കിട്ടുമ്പോൾ വഴിയെ പോകുമ്പോഴൊക്കെ ഒരു 10 എണ്ണം പഠിച്ചോ. അത് ഇരിക്കട്ടെ ഒരു കയ്യില്. ഒരു വഴിക്ക് പോകുന്നതല്ലേ, ഒരു ഇത് വേണ്ടേ നമ്മുടെ കയ്യിലും. 7 എണ്ണമാണ്. വീണ്ടും ഞാൻ ഒന്നും കൂടി നമ്പർ വായിക്കാം. 20 seconds 22, 28, 31, 32, 34, 39 and 41. ഇത്രയാണ് നമ്മൾ അടയാളപ്പെടുത്തിയത്. എല്ലാവർക്കും കിട്ടിയില്ലേ 7 എണ്ണം? പറഞ്ഞോട്ടെ. അടുത്ത പേജില് വെറുതെ വായിച്ച് പഠിക്കാനേ പറ്റുള്ളൂ, അല്ലാതെ വേറെ നമുക്ക് അതിന്റെ ഉള്ളിലേക്ക് ഓരോന്നിനും ഇത് നിങ്ങൾ കഴിഞ്ഞിട്ടില്ല. ഞാൻ വലിയൊരു കാര്യം പറഞ്ഞുതരാം. നിങ്ങൾക്ക് ഇനി കൂടുതൽ ആഴത്തിൽ അറിയേണ്ടവരല്ല നമ്മൾ. കാരണം ആഴത്തിൽ ഇതിനെ കുറിച്ച് ഓരോന്ന് കാര്യം എന്താണെന്ന് മനസ്സിലാക്കേണ്ടവര് ഡോക്ടേഴ്സ് ആണ്. കാരണം ഇതൊക്കെ അവർ കൈകാര്യം ചെയ്യേണ്ടത് അവരാണ് പ്രാക്ടിക്കലായിട്ട്. ഇത് എന്താണെന്ന് ജസ്റ്റ് ഒന്ന് അത് കേൾക്കുമ്പോ ഇത് ഇന്നതാണ് എന്ന് മനസ്സിലാക്കാൻ വേണ്ടി മാത്രമാണ് നമുക്ക്. ഓക്കെ. ഇത് അറിയണമെന്ന് നിങ്ങൾക്ക് ആഗ്രഹം ഉണ്ടെങ്കിൽ മെഡിക്കൽ ടെർമിനോളജിയിലെ പ്രിഫിക്സുകൾ നിങ്ങൾ വെറുതെ ഒന്ന് അടിച്ചു കൊടുത്തു കഴിഞ്ഞാൽ ആൽഫബറ്റിക് ഓർഡറിൽ അത് ഇതുപോലെ തന്നെ ഓരോന്നും വരികയും ചെയ്യും. അതിന് ഓരോന്നിനും എക്സാമ്പിൾസ് വരും. ആ എക്സാമ്പിൾസ് എന്താണ്? രോഗമാണോ, അല്ലെങ്കിൽ രോഗത്തിന്റെ അവസ്ഥയാണോ, അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിലുള്ള സർജറി ആണോ, അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിലുള്ള പേഷ്യന്റിന്റെ എന്താ പറയാ ടെസ്റ്റുകളാണോ, അങ്ങനെ ഓരോന്നും അവിടെ എന്താ പറയാ ഡിഫൈൻ ചെയ്തിട്ടുണ്ട്. ഓരോന്നും ഉണ്ട്, ഇഷ്ടം പോലെ ഉണ്ട്. അതൊന്ന് ഓപ്പൺ ആക്കി നോക്കിയാൽ മതി. ഇഷ്ടം പോലെ ഉണ്ട്. നമുക്കതൊന്നും പഠിച്ചു കഴിഞ്ഞാൽ ഇത് ഈ 6 മാസത്തെ കോഴ്സ് 6 കൊല്ലം കൊണ്ട് തരൂല്ലെന്നാണ് എനിക്ക് തോന്നുന്നത്. അതുകൊണ്ട് പറ്റില്ല. സോ അത് ജസ്റ്റ് എന്തെങ്കിലും വേണമെങ്കിൽ ഇപ്പൊ എന്തെങ്കിലുമൊക്കെ ചിലപ്പോ ഇത് വായിക്കുമ്പോൾ ഇത് എന്താണെന്ന് അറിയാനൊരു കൗതുകം അല്ലെ, ഒരു ആൻസൈറ്റി ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളതൊന്ന് ടെസ്റ്റ് ചെയ്ത് അതിന്റെ സാധനം പ്രിഫിക്സ് വാട്ട് ഇറ്റ് മീൻസ് എന്ന് ചോദിച്ച് അവരോട് ചോദിക്കുമ്പോൾ തന്നെ അതൊരു വരും. അതിന്റെ കൂടെ അതിന്റെ എക്സാമ്പിളും അതിന്റെ എന്താ പറയാ അത് എന്താണെന്നും അതിലവിടെ എന്താ നടക്കുന്നതെന്നൊക്കെ കൃത്യമായിട്ട് അവിടെ ഗൂഗിളിൽ എഴുതി വെച്ചിട്ടുണ്ട്. വേണമെങ്കിൽ സെർച്ച് ചെയ്ത് നോക്കുക. ഞാനൊക്കെ നോക്കിയിട്ടുണ്ട്, പക്ഷെ നിങ്ങൾക്ക് അതിനെ കുറിച്ച് ഡീപ്പായിട്ട് പറഞ്ഞു തരാമെന്നൊക്കെ വിചാരിച്ചൊക്കെയാണ് നോക്കിയത്. പക്ഷെ നോക്കി കഴിയുമ്പോൾ വിചാരിച്ചു ഇത് ഇവിടെ കൊണ്ടൊന്നും ഒതുക്കൂല. ഈ മെഡിക്കൽ ടെർമിനോളജി എന്ന് പറയുന്ന ഒരു ക്ലാസ് എടുക്കാൻ തന്നെ ഒരു 5-6 ക്ലാസ് വേണ്ടി വരും ഇതെല്ലാം പറഞ്ഞു വരുമ്പോ. അപ്പൊ 5-6 ക്ലാസ് കൊണ്ട് എടുക്കുന്നത് ചിലപ്പോ ഒരു പേജ് പോലും 6 ക്ലാസ് കൊണ്ട് തീരില്ല. അങ്ങനെ പറഞ്ഞു വന്നാലേ എന്താണ് പറയുന്നില്ല. ഓക്കെ. സോ അടുത്ത പേജിലേക്ക് നോക്കാം. അടുത്തത് എറിത്രോ ആണ്. ERYTHR/O റിലേറ്റിംഗ് ടു സംതിങ് വിച്ച് ഇസ് റെഡ് കളർ. എറിത്രോസൈറ്റിസ് എന്ന് പറയുന്നതൊക്കെ റെഡുമായിട്ട് കളറാണ്. റെഡ് എന്ന് പറയുന്ന കളറുമായിട്ട് ബന്ധപ്പെട്ടതാണ് ERYTHR/O. അടുത്ത EU ക്വൈറ്റ്, ഗുഡ്, യൂഷ്വൽ എന്നൊക്കെ സൂചിപ്പിക്കാൻ EU യൂഷ്വൽ ആണ്.
നല്ലതാണ് അല്ലെങ്കിൽ ക്വൈറ്റ് കുഴപ്പമില്ല എന്നുള്ള കാണിക്കാൻ വേണ്ടിയിട്ടാണ് EU എന്ന് പറയുന്ന പ്രിഫിക്സ് ഉപയോഗിക്കുക. അടുത്ത EX/O എക്സ്റ്റീരിയർ. EX സ്ലാഷ് കൊടുത്താൽ എക്സ്റ്റീരിയർ എന്ന് പറയുന്നതാണ് ഇതിന്റെ മീനിങ്. EXTRA എക്സ്ട്രാ, എക്സ്റ്റീരിയർ, ഇൻ അഡീഷൻ, അതും ഉപയോഗിക്കുന്നുണ്ട് എക്സ്റ്റീരിയറിന് വേണ്ടിയിട്ട് എക്സ്ട്രാ. ഓക്കെ. അടുത്ത ഗ്യാസ്ട്രോഎൻട്രോളജി എന്ന് പറയുന്ന ഒരു ഡിപ്പാർട്ട്മെന്റ് നമ്മൾ പഠിച്ചിരുന്നു, വിച്ച് ഇസ് റിലേറ്റഡ് ടു അബ്ഡോമൻ ഓർ സ്റ്റൊമക്ക്. നമ്മുടെ സ്റ്റൊമക്ക് റിലേറ്റഡ് ആയിട്ടുള്ളത്, അബ്ഡോമൻ റിലേറ്റഡ് ആയിട്ടുള്ളത് ആ വേർഡിന് തന്നെയാണ് ഗ്യാസ്ട്രോ, GASTR/O. നെക്സ്റ്റ് വൺ GLYCO, ഗ്ലൈക്കോജൻ. എന്താണ്? ഷുഗറുമായിട്ട് ബന്ധപ്പെട്ടതാണ്. ഗ്ലൈക്കോ മീൻസ് ഷുഗർ എന്നാണ്. അടുത്ത ഗൈനക്, നമുക്കൊരു അറിയാവുന്ന ഒരു ഡിപ്പാർട്ട്മെന്റ് ഓൾറെഡി നമ്മൾ പഠിച്ചതാണ്, റിലേറ്റിംഗ് ടു ഫീമെയിൽ ഓർ ഫീമെയിൽ റിപ്രഡക്റ്റീവ് ഓർഗൻസ്. ഫീമെയിൽസിന് ഉണ്ടാകുന്ന പ്രശ്നങ്ങള്, സ്ത്രീകൾക്ക് പെൺകുട്ടികൾക്ക് ഉണ്ടാകുന്ന പ്രശ്നങ്ങള്, അവരുടെ റീപ്രൊഡക്ഷൻ ഓർഗൻസ്, അവരുടെ പ്രത്യുൽപാദന അവയവങ്ങൾക്ക് ഉണ്ടാകുന്ന പ്രശ്നങ്ങളൊക്കെ ഡീൽ ചെയ്യുന്ന ഒരു ഡിപ്പാർട്ട്മെന്റ് ആണ് ഗൈനക്. അപ്പൊ GYNEC/O അത് അതിന് വേണ്ടിയിട്ടുള്ളതാണ്. അടുത്തത് HEMET/O ഹെമറ്റ്, റിലേറ്റിംഗ് ടു ബ്ലഡ് റിലേറ്റഡ് ആണ്. ഹെമറ്റോളജി ബ്ലഡ് റിലേറ്റഡ് ആണ്, ബ്ലഡിനെ കുറിച്ചുള്ള പഠനം. അടുത്ത ഹെമിസ്ഫിയർ എന്ന് കേട്ടോ, ഹാഫ്. ഹെമിസ്ഫിയർ എന്ന് പറഞ്ഞാൽ അർദ്ധഗോളം അല്ലെ, പകുതിയുള്ളത് അതാണ്. അപ്പൊ ഹാഫ് ആണ് ഹെമി എന്ന് പറയുന്നത് അർത്ഥം. HEM/O അതെന്താണ്? റിലേറ്റിംഗ് ടു ബ്ലഡ്. നേരത്തെ ഹെമറ്റോളജി പറഞ്ഞ അതേ മീനിങ് തന്നെയാണ്. /O വന്നാലും ഹെമറ്റോളജിയുടെ അതേ മീനിങ് തന്നെയാണ് വരിക. അടുത്തത് ഹെപ്പറ്റോളജിയും നമ്മളൊരു ഡിപ്പാർട്ട്മെന്റ് പഠിച്ചിട്ടുണ്ട്, HEPAT/O റിലേറ്റിംഗ് ടു ലിവറിന്റെ ഡിസോർഡേഴ്സിന് വേണ്ടിയിട്ടുള്ള പ്രത്യേക വിഭാഗം, അതാണ് ഹെപ്പറ്റോളജി. അത് ഓൾറെഡി നമ്മൾ കേട്ടതാണ്. ഹെപ്പറ്റ്/O കണ്ടാൽ ഓർക്കുക, അത് ലിവർ റിലേറ്റഡ് ആയിട്ടുള്ള ഒരു മീനിങ് ആണ്. അടുത്ത HETER വേരിയസ്, അതർ, മറ്റുള്ളവ എന്നൊക്കെ, അല്ലെങ്കിൽ പലതരത്തിലുള്ളത് എന്നൊക്കെ അർത്ഥം വരുന്ന ഒരു എന്താ പറയാ പ്രിഫിക്സ് ആണ്. നെക്സ്റ്റ് HOM ഐഡന്റിക്കൽ, ഹോമോജീനിയസ് എന്ന് കേട്ടിട്ടുണ്ടോ? ഹോമോജീനിയസ് എന്ന് പറയുന്നത് ഒരുപോലെയുള്ളത്. അപ്പൊ അതിന്റെ ഒരു ഷോർട്ടാണ് HOM എന്ന് പറഞ്ഞിട്ട് ഹൈഫൻ ഇട്ടിട്ടുണ്ട്. ഐഡന്റിക്കൽ, ഒരുപോലത്തെ. HYDRO ഹൈഡ്രജൻ അല്ലെ, അത് വാട്ടർ റിലേറ്റഡ് ആണ്, ഹൈഡ്രോ. HYDR/O വാട്ടർ ആണ് ഇതിന്റെ മീനിങ്. ഹൈപ്പർ ടെൻഷൻ, ഓവർ ടെൻഷൻ, ഹൈപ്പർ ടെൻഷൻ, ഓവർ, സൂപ്പർഫ്ലുവസ്, കൂടുതൽ, അമിതമായത് എന്നൊക്കെ കാണിക്കാനാണ് HYPER എന്ന് പറയുന്ന പ്രിഫിക്സ് ഉപയോഗിക്കുക. ഹൈപ്പോ മീൻസ് അണ്ടർ അല്ലെ, ഹൈപ്പോ തൈറോയിഡ് ഉണ്ട്, ഹൈപ്പർ തൈറോയിഡ് ഉണ്ട്. ഹൈപ്പോ തൈറോയിഡ് എന്ന് പറഞ്ഞാൽ തൈറോയിഡ് എന്താ പറയാ ഗ്ലാൻഡുകള് തൈറോയിഡ് ഹോർമോൺസ് കുറവ് ഉത്പാദിപ്പിക്കുന്നു. തൈറോയിഡ് കുറവുള്ള ആൾക്കാരെയാണ് ഹൈപ്പോ. അത് അണ്ടർ മീൻസ് ഇൻസഫിഷ്യന്റ്, ദാറ്റ് മീൻസ് ആവശ്യത്തിന് പോലും ഇല്ലാത്തത്, നോർമലിലേക്ക് താഴെ, അതാണ് ഹൈപ്പോ തൈറോയിഡിസം. അതായത് നോർമലിനേക്കാൾ കൂടുതലുള്ളതാണ് ഹൈപ്പർ തൈറോയിഡിസം. അത് ഉപയോഗിക്കുന്ന വേർഡാണത്. അത് HYSTER/O റിലേറ്റിംഗ് ടു യൂട്രസ്. ഓക്കെ, HYSTER/O. നെക്സ്റ്റ് വൺ INFRA ഇൻഫ്രാ, ബെനീത്ത്, ഫർദർ എന്നൊക്കെയാണ് അർത്ഥം. ഇൻഫ്രാസ്ട്രക്ചർ എന്നൊക്കെ പറയില്ലേ. അത് ഇന്റർ മീൻസ് ഇന്റർമീഡിയറി എന്ന് നമ്മൾ കേട്ടിട്ടുണ്ടല്ലോ, അത് സ്വാഭാവികമായിട്ടും കോമൺ യൂസേജിലും. ഇന്റർമീഡിയറി എന്ന് പറഞ്ഞാൽ ഇടയ്ക്ക്, ഇടനിലക്കാര്, ഇൻ ദ മിഡിൽ ഓഫ്, അതന്നെ അർത്ഥം. ഇൻട്രാ മീൻസ് ഇൻസൈഡ് എന്നാണ് ഇൻട്രയുടെ മീനിങ്. ഐസോലേറ്റഡ്, ഈക്വൽ എന്നാണ് അർത്ഥം. ISO ഈക്വൽ. അടുത്തത് LATERO സൈഡ് ആണ്. ലാറ്ററൽ സർഫസ് എന്നൊക്കെ കണ്ടോ, പാർശ്വവശങ്ങൾ എന്നാണ് അതിന്റെ അർത്ഥം. അപ്പൊ ലാറ്ററൽ മീൻസ് സൈഡ്, ഒരു വശം. അടുത്തത് LEUK/O ല്യൂക്കോസൈറ്റ്സ്, WBC വൈറ്റ് ബ്ലഡ് സെൽസുമായിട്ട് ബന്ധപ്പെട്ടതാണ്, റിലേറ്റിംഗ് ടു വൈറ്റ്. നമ്മൾ നേരത്തെ തൊട്ടുമുള്ള റെഡുമായിട്ട് ബന്ധപ്പെട്ട് പറഞ്ഞില്ലേ, എറിത്രോ എന്ന് പറഞ്ഞില്ലേ, റെഡ് റിലേറ്റഡ് ആയിട്ടുള്ളതാണെന്ന് പറഞ്ഞതുപോലെ തന്നെ വൈറ്റ് റിലേറ്റഡ് ആയിട്ടുള്ളതാണ് LEUK/O ല്യൂക്കോ, which is relating to white അല്ലെങ്കിൽ ല്യൂക്കോസൈറ്റ്സ്, വൈറ്റ് ബ്ലഡ് സെൽസ്, അതൊക്കെ ഇതിനകത്ത് വരും. ക്ലിയർ ആയോ? പിക്കടാലോ? ഓക്കെ, യെസ്. നമ്പർ പറയാം, 47 ഗ്യാസ്ട്രോ. 47 മാർക്ക് ചെയ്യാൻ പറയുന്നത്, മാർക്ക് ചെയ്യാതെ വിടരുത്, അത് കാണാതെ പഠിക്കണം. അടുത്തത് ഗ്ലൈക്കോ, 48. 49 ഗൈനക്. 50 ഹെമറ്റോളജി, ബ്ലഡ് റിലേറ്റഡ്. അടുത്തത്
ഹെമോ അത് ചോദിച്ചാലും അത് തന്നെയാണ് റിലേറ്റീവ് ടു ബ്ലഡിന്റെ രണ്ട് രീതിയിലുള്ളതും. അപ്പൊ 50 ഉണ്ട്, 52 ഉണ്ട്. 53 ഹെപ്പറ്റോളജിയുടെ റിലേറ്റിംഗ് ടു ലിവർ. 56 ഹൈഡ്രോ വാട്ടർ. 57 ഹൈപ്പർ. 58 ഹൈപ്പോ ഉണ്ട്, ഹൈപ്പർ ഉണ്ട്. ആൻഡ് ദ ലാസ്റ്റ് വൺ ല്യൂക്കോ, LEUKO. എത്ര ഉണ്ട് നോക്കിയേ? ആ പേജില് കുറച്ച് കൂടുതലുണ്ട്. 10 ഉണ്ട്. വെരി ഗുഡ്. അതെ 10 ആണ്. 47, 48, 49, 50, 52, 53, 56, 57, 58 and 65. അതെ. നാപ്പത്തി മൂന്ന് വേണ്ട, ഇല്ല. 47 നമ്മൾ തുടങ്ങിയത്. 47, 48, 49, പിന്നെ 52, 53, പിന്നെ 56, 57, 58, പിന്നെ 65. 61 58 കഴിഞ്ഞ് പിന്നെ നേരെ പോയത് 65. 10. യെസ്. അടുത്ത പേജിലേക്ക് പോയാലോ? 10, 17, 24 ഇപ്പൊ നമ്മള് മാർക്ക് ചെയ്തിട്ടുള്ളൂ. 24 എണ്ണം, അതായത് 65-ല് 24 എണ്ണാണ് നമ്മൾ മാർക്ക് ചെയ്തിരിക്കുന്നത്, പിക്ക് ചെയ്തിരിക്കുന്നത് കേട്ടോ. ഫസ്റ്റ് 2 പേജിലും 7 each, 2 എണ്ണത്തിലും 7 എണ്ണം വെച്ചു. ഇപ്പൊ ചെയ്തത് 10 എണ്ണം. ഓക്കെ, അല്ല ഫസ്റ്റ് 2 പേജിലുള്ള 3 പേജ് ഉണ്ടായോ? 24 10, 17, ശരിയാണ് 24 എണ്ണം. ഓക്കെ, ശരിയാണ്. അപ്പൊ അത്രയും അണ്ടർലൈൻ ചെയ്തിട്ടുള്ളൂ, അല്ലെങ്കിൽ പിക്ക് ചെയ്തിട്ടുള്ളൂ. ഓർക്കുക, അതിൽ നിന്ന് നിങ്ങൾ ഇനി കുറച്ച് കളയരുത്, അത്രയെങ്കിലൊക്കെ പഠിക്കാം. ഓക്കെ, അടുത്ത പേജിൽ നമുക്ക് വീണ്ടും LITH/O റിലേറ്റിംഗ് ടു സ്റ്റോൺ. സ്റ്റോണുമായിട്ട് റിലേറ്റ് ചെയ്തതാണ്. LITH/O സ്റ്റോൺ റിലേറ്റഡ് ആണ്. MACRO അതിന്റെ അർത്ഥം വരുന്നത് ഹ്യൂജ് എന്നാണ്. HY എന്നാണ് അവിടെ ഇട്ടേക്കുന്നത്. HUGE എന്നാണ് ഞാൻ നോക്കിയത്. എന്റെ നോട്ടിലാണ്, നിങ്ങളുടെ ചിലപ്പോ കറക്റ്റ് ആയിരിക്കും. കറക്റ്റ് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. നോക്കി, HUGE ഹ്യൂജ്, ലാർജ് ആണോ? വൈ തന്നെയാണോ കിടക്കുന്നത്? വൈ തന്നെയാണ് കിടക്കുന്നതെന്നാണോ കറക്റ്റ് ചെയ്തിട്ടുണ്ടെന്നാണോ? വെരി ഗുഡ്. ഓക്കെ, അപ്പൊ കുഴപ്പമില്ല. അടുത്തത് മാക്രോ എന്ന് പറഞ്ഞതാണ്. മാക്രോ വലുത്, മാക്രോ ഇക്കണോമിക്സ് എന്നൊക്കെ കേട്ടിട്ടുണ്ടോ? അതൊക്കെ മാക്രോ മീൻസ് ലാർജ്, ഹ്യൂജ് എന്നൊക്കെ തന്നെയാ. അടുത്തത് എന്താ പറയാ, MAR ലാർജ് എന്നും പറയാം കേട്ടോ, ലാർജ് എന്നും പറയാം മാക്രോന്. ഓക്കെ, അടുത്തത് എന്താ, മാൽ പ്രാക്ടീസ്, മാൽ അഡിക്ഷൻ എന്നൊക്കെ പറഞ്ഞാൽ എന്താ, ഒരു ഓപ്പോസിറ്റ് മീനിങ് ആണ്. അതായത് മാൽ പ്രാക്ടീസ് എന്ന് പറഞ്ഞാൽ മോശമായത് എന്നർത്ഥം കേട്ടാ. അപ്പോ MAL അതിന്റെ കൂടെ ഒരു സ്ലാഷ്, ഒരു ഹൈഫൺ ഇട്ടാൽ അത് ബാഡ് അല്ലെങ്കിൽ അൺയൂഷ്വൽ എന്നാണ് അതിന്റെ അർത്ഥം. MEDI, മെഡി മീൻസ് മീഡിയം, എന്ന് പറയില്ലേ, മിഡിൽ, അതല്ല, മിഡിൽ തന്നെയാണ്. MEGA ഹ്യൂജ് തന്നെയാണ് അതിന്റെ അർത്ഥം. മെഗാ എപ്പിസോഡ് അല്ലെങ്കിൽ മെഗാ ഷോ എന്ന് വെച്ചാൽ വലുത് എന്നർത്ഥമാണ്. ഹ്യൂജ് തന്നെയാണ് അതിന്റെ മീനിങ്. അടുത്തത് മെലാൻ, MELAN മെലാൻ, കളർ ബ്ലാക്ക് കളറുമായി റിലേറ്റ് ചെയ്താണ്. ഓക്കെ, മെലാനിന്റെ കുറവ് എന്നൊക്കെ പറഞ്ഞിട്ടൊക്കെ പറയാറുണ്ട് അല്ലെ. അപ്പൊ ഇത് ബ്ലാക്ക് ആണ് കളറിനെ സൂചിപ്പിക്കുന്നതാണ്. MENING/O റിലേറ്റിംഗ് ടു മെംബ്രെയിൻ, മെനിഞ്ചസ് മെംബ്രെയിനുമായിട്ടൊക്കെ ബന്ധപ്പെട്ടതായതുകൊണ്ടാണ് ആ മെനിഞ്ചസ് എന്ന് പറയുന്ന വാക്കിന്റെ അതിൽ നിന്നാണ് ആ ഒരു പ്രിഫിക്സ് ഫോം ചെയ്തത് കേട്ടോ. അടുത്തത് മൈക്രോ, മാക്രോന്റെ ഓപ്പോസിറ്റ് ആണ് മൈക്രോ, വിച്ച് മീൻസ് ടൈനി, ചെറുത്, സ്മോൾ, സിംഗിൾ എന്നൊക്കെ, സോറി സ്മോൾ എന്നൊക്കെ പറയാം, ടൈനി. അടുത്ത മോണോ മീൻസ് മോണോ ആക്ട് എന്ന് പറഞ്ഞാൽ എന്താ, ഒരാളൊറ്റയ്ക്ക് രണ്ടുപേരുടെ ഒക്കെ ഇത് ആക്ഷൻ ഒക്കെ ചെയ്യുക അല്ലെ. മോണോ മീൻസ് സിംഗിൾ എന്നാണ് അർത്ഥം. MYEL/O which is relating to spinal cord bone narrow അല്ലെ, നമ്മുടെ
ബോണ്, അതുപോലെ തന്നെ സ്പൈനൽ കോഡ്, അതൊക്കെ ആയിട്ട് ബന്ധപ്പെട്ടതാണ് MYEL. ഓക്കെ, അടുത്ത NAS, സോറി അതിന് മുമ്പ് MY/O ഉണ്ട്, വിച്ച് ഇസ് റിലേറ്റിംഗ് ടു മസിലുമായി ബന്ധപ്പെട്ടത് കേട്ടോ, MY/O മയോ. Then NAS/O relating to nose, NAS. nasal passage, അതിന്റെ NAS നമ്മുടെ ശ്വാസം പാസ് ചെയ്ത് ലങ്സ് വരെ എത്തുന്ന ആ ഒരു കുഴപ്പം, അതാണ്. ഓക്കെ, അപ്പൊ NAS അതിന്റെ അർത്ഥം റിലേറ്റിംഗ് ടു നോസ് ആണ്. അടുത്ത NE/O, ന്യൂ എന്നാണ് അർത്ഥം, നിയോനൈറ്റോളജി, പുതിയ കുട്ടികൾ ജനിച്ചാൽ അവർക്ക് വേണ്ടിയിട്ടുള്ള ഒരു പ്രത്യേക വിഭാഗം. നിയോ മീൻസ് ന്യൂ. NEPHR റിലേറ്റിംഗ് ടു കിഡ്നിക്ക് വേണ്ടിയിട്ട് പ്രത്യേകം ചികിത്സകളും അതൊക്കെ കൊടുക്കുന്ന സ്ഥലമാണ് നെഫ്രോളജി, അല്ലെ? അപ്പൊ അതുകൊണ്ട് തന്നെ NEPHR/O കിഡ്നി റിലേറ്റഡ് ആണ്. NEUR/O നെർവസ് സിസ്റ്റം, ന്യൂറോളജി, അല്ലെ? ന്യൂറോളജി നെർവസ് സിസ്റ്റവുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഡിപ്പാർട്ട്മെന്റ് ആണ്. അടുത്ത NOCT, നൈറ്റ് എന്നാണ് സൂചിപ്പിക്കുക, രാത്രി. NOCT. അടുത്തത് OLIG/O മീൻസ് ടൈനി ലാക്കിംഗ് ഡെഫിഷ്യന്റ്, കുറവ്, എന്താ പറയാ, ആവശ്യത്തിന് ഇല്ലാത്തതിനെയാണ് നമ്മൾ ഡെഫിഷ്യൻസി എന്ന് വിളിക്കുക. ഓക്കെ, അഭാവം എന്നൊക്കെയാണ് അർത്ഥം കേട്ടോ. അടുത്തത് ഊഫർ, OOPHOR/O which is related to തെറ്റാണല്ലോ അല്ലെ, ഓവറി സിസ്റ്റം ആണ്. നെർവസ് സിസ്റ്റം അല്ല, അവിടെ നെർവസ് എന്നാണ് എന്റെ നോക്കി കിടക്കുന്നത്. ഒന്ന് നോക്കിയൊക്കെ, 83 നമ്പർ 83 നെർവസ് അല്ല, ആണോ? തെറ്റിക്കിടക്കാണോ? നെർവസ് എന്നാണോ കിടക്കുന്നത് നിങ്ങളുടെ? അതൊന്ന് തിരുത്തണേ. ഓവറീസ്, OVARIES, ഓവറിയുമായി ബന്ധപ്പെട്ടതാണ് ഉഫർ. അടുത്ത ഒഫ്താൽ, OPHTHAL/M/O. ഒഫ്താൽമോളജി പഠിച്ചിട്ടുണ്ട് നമ്മൾ, കണ്ണിന്റെ അസുഖങ്ങൾക്കൊക്കെ വേണ്ടിയിട്ടുള്ള ഡിപ്പാർട്ട്മെന്റ് ഓഫ്താൽമോളജി. ORCHID റിലേറ്റിംഗ് ടു ടെസ്റ്റിക്കിൾസുമായിട്ട് ബന്ധപ്പെട്ടത് തന്നെയാണ്. അതിന്റെ രണ്ടെണ്ണം അടുത്തത് ORCHID/OO അല്ലെങ്കിൽ ORCHI/OO, രണ്ടും ടെസ്റ്റിക്കിൾസ് റിലേറ്റഡ് ആണ്. അടുത്തതുകൊണ്ട് മൂന്നെണ്ണം ഉണ്ട് കേട്ടോ. ORO എന്ന് പറഞ്ഞാലും ടെസ്റ്റിക്കിൾ റിലേറ്റഡ് ആയിട്ടുള്ളത് തന്നെയാണ്. മൂന്നെണ്ണത്തിലൂടി എന്താ പറയാ, ഡിഫറെന്റ് ആയിട്ടുള്ള പ്രിഫിക്സുകൾ ഉപയോഗിക്കാം, പക്ഷെ സെയിം മീനിങ് ആണ്. അടുത്തത് ORTHO, ഡയറക്റ്റ് നോർമൽ എന്നൊക്കെ അർത്ഥം വരുന്നതാണ് ഓർത്തോ. ORTHO ഡയറക്റ്റ് നോർമൽ. അടുത്തത് ഓസ്റ്റിയോപൊറോസിസ്, അതാണ് നമ്മുടെ അസ്ഥികൾക്ക് സംഭവിക്കുന്ന ഒരു കാൽഷ്യക്കുറവ് കൊണ്ട് സംഭവിക്കുന്ന രോഗമാണല്ലോ ഓസ്റ്റിയോപൊറോസിസ്. OSTE/O റിലേറ്റിംഗ് ടു ബോൺ റിലേറ്റഡ് ആണ്. OT റിലേറ്റിംഗ് ടു ഹിയർ, നമ്മുടെ കേൾവിയുമായിട്ട്, ഇയറുമായിട്ട് ബന്ധപ്പെട്ട, ചെവിയുമായിട്ട് ബന്ധപ്പെട്ട, അതായത് കേൾവി തന്നെയാണ്. ഓക്കെ, അപ്പോ ഇതാണ് ഈ പേജില് 90 വരെ ഉള്ളതിനകത്ത് ഏതൊക്കെയാണ് നമുക്ക് പിക്ക് ചെയ്യേണ്ടത് നോക്കാം. ഫസ്റ്റ് 67 മാക്രോ പിക്ക് ചെയ്യാം, മാക്രോ. then 70 പിക്ക് ചെയ്യാം, മെഗാ. നെക്സ്റ്റ് 71 മെലാൻ, 73 മൈക്രോ, 79ഉം 80ഉം നെഫ്രോയും അതുപോലെ തന്നെ ന്യൂറോയും, ന്യൂറോ 79ഉം 80ഉം. ആൻഡ് 84 ലാസ്റ്റത്തെ 84 ഒഫ്താൽമോളജി. എത്ര ഉണ്ട്? 7. യെസ്, കറക്റ്റ് ആണ്, 7. ഓക്കെ, അടുത്ത പേജിലുള്ളത് ഞാൻ എടുക്കുന്നില്ല, കാരണം അടുത്ത പേജിലുള്ളതും ഒരു അതിന്റെ ബാക്കി കൂടി, അതായത് പ്രിഫിക്സ് മൊത്തത്തിലുള്ളത് 127 അല്ലേ ഞാൻ പറഞ്ഞ? 127. ആ 27ൽ ഇപ്പൊ നമ്മൾ 90 വരെ ഉള്ളതാണ് എടുത്തത്. അപ്പൊ ബാക്കിയുള്ളതും കംപ്ലീറ്റ് ചെയ്തിട്ടായിരിക്കും, ഞാൻ പറഞ്ഞു നേരത്തെ ലബോറട്ടറി എന്ന് പറയുന്ന ചാപ്റ്ററിന്റെ അതായിരിക്കും ഞാൻ ഈ ബാക്കി എടുക്കുക കേട്ടോ. ബാക്കി വരുന്ന ഭാഗം അടുത്തത് ടീച്ചേഴ്സ് എടുത്തോളും. അതിപ്പോ ആർക്കും ആണെങ്കിലും ഇങ്ങനെ വെറുതെ ഇങ്ങനെ വായിച്ച് പറയാനുള്ളത് ഉണ്ട്.
പക്ഷെ ഇവിടെ ഒരു വലിയ ചാപ്റ്റർ കിടക്കുന്നുണ്ട് ലബോറട്ടറി, അത് എന്താണെന്ന് നമുക്ക് മനസ്സിലാക്കി എടുക്കേണ്ടതാണ്. അതുകൊണ്ട് ആ ചാപ്റ്റർ ആയിരിക്കും ഞാൻ ഇനി ദിവസം ഇത് ആ പ്രിഫിക്സ് തീർത്തിട്ട് എടുക്കുക. ഓക്കെ, സോ ഇന്ന് പഠിച്ച 24 + 7 31 എണ്ണം നമ്മളിപ്പോ ഈ 90 എണ്ണത്തിൽ മാർക്ക് ചെയ്തിട്ടുണ്ട്. ഓക്കെ, അപ്പൊ അതൊക്കെ ഒന്ന് നന്നായിട്ട് പഠിക്കുക. ബാക്കിയുള്ളത് ജസ്റ്റ് ഇടയ്ക്ക് ഒന്ന് സമയം കിട്ടുമ്പോ ഒക്കെ ഇരുന്ന് റെഫർ ചെയ്യാം. ഓക്കെ അല്ലേ? ഓക്കെ, സോ സി യു അടുത്ത ദിവസം കാണാം. ബൈ, താങ്ക് യു.